ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു പീരീഡിൽ നിങ്ങൾക്ക് കുറെ ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും. അതായത് വെൻ യു പ്രാക്ടീസ്, വെൻ യു ഹാവ് അറ്റൻഡഡ് യുവർ പ്രിലിംസ് എക്സാമിനേഷൻ, നിങ്ങൾക്ക് കുറെ ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഇനി ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ, അതായത് അറ്റൻഡ് ചെയ്തവരും ചെയ്യാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത്, കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഈ പീരീഡിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ നോട്ട് ബി ഫോക്കസിങ് ഓൺ സ്റ്റഡിങ്. നമ്മൾ എന്താ പറയുക, കുറെ വിഷമങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. നോർമലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കും, എന്തുകൊണ്ട് ജയിച്ചില്ല, ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിയിരുന്നെങ്കിൽ ജയിച്ചേനെ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതാതിരുന്നെങ്കിൽ ജയിച്ചേനെ, ഇങ്ങനെ കുറെ തോട്ട് പ്രോസസ്സിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഈ ഒരു പ്രോസസ് ഒരു ഡിലേ ഉണ്ടാവാതിരിക്കും, പ്രൊസീജിയേഴ്സ് ബേസ് ചെയ്തിട്ടൊരു ഡിലേ ഉണ്ടാവാതിരിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് കടന്നാലേ നമുക്ക് നെക്സ്റ്റ് മെയിൻസ് അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രിലിംസ് എക്സാമിനേഷനിൽ ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്, ആ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടെയാണ്. സോ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, ഓർ വെനെവർ യു പ്രിപ്പയർ, അല്ലെങ്കിൽ നിങ്ങൾ ഫീൽ ചെയ്ത് പ്രിലിംസ് എഴുതിയപ്പോൾ അല്ലെങ്കിൽ എഴുതാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. ഇതൊരു ഓപ്പൺ സെഷൻ ആണ്, നിങ്ങളുടെ ഇന്ററാക്ഷൻസും കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു ടൈമിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എന്തൊക്കെ ആയിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിലിം ഷുവർ, മെയിൻ ഷുവർ, അതുപോലെ ഇന്റഗ്രേറ്റഡും ഫീനിക്സ് 40 എന്ന് പറയുന്ന ഒരു പുതിയ പ്രോഗ്രാം ഉണ്ട്. ഇതിന്റെ എല്ലാം ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്ത് സ്റ്റാൻഡേർഡ്സിലാണ്, എന്ത് സ്ട്രാറ്റജിയുടെ ബേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഇന്ന് തരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രിലിംസ് എന്ന് പറയുന്ന എക്സാം, ഇഫ് യു ആർ കൺസിഡറിങ് പ്രിലിംസ് ഓർ ഇഫ് യു ആർ ഫോക്കസിങ് ഓൺ ദി ഐഡിയാസ് ഓഫ് പ്രിലിംസ്, ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ഫ്യൂ തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും കുറെ കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ഡെഫിനറ്റ്ലി നോട്ട്. ഇപ്പോ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒരുപാട് പഠിച്ചിട്ട് പോയവരുണ്ടായിരിക്കാം, ബട്ട് സ്റ്റിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇഷ്യൂസ് വരാം. ദാറ്റ് ഈസ് ബിക്കോസ് ദ പ്രിലിംസ് ഈസ് ഓൾവേസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദി അൺപ്രഡിക്റ്റബിൾ തിങ്സ് ഓർ ആൻസറിങ് ടു ദി അൺപ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിതൗട്ട് ഈവൻ അണ്ടർസ്റ്റാൻഡിങ് ഓർ വിതൗട്ട് ഈവൻ ഹിയറിംഗ് ദാറ്റ് ടോപ്പിക് എത്രത്തോളം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും എന്നതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇൻ ദ കേസ് ഓഫ് പ്രിലിംസ് എക്സാമിനേഷൻ. പക്ഷെ മെയിൻസിൽ വരുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജി മാറി. മെയിൻസിൽ നമ്മൾ എന്ത് ചെയ്തു, കണ്ടന്റ് ഓൾറെഡി ഉണ്ട്. ഇഫ് യു നോ ഹൗ ടു പ്രസന്റ് ദീസ് കണ്ടന്റ്സ്, ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ക്ലിയർ ദ മെയിൻസ് എക്സാമിനേഷൻ. അപ്പോൾ പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ എന്താ പറയുക, കണ്ടന്റ് വേണം. അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ടേക്ക് എ ഹഞ്ച് ഓർ ഹൗ ടു ടേക്ക് സർട്ടൻ റിസ്കി ബിസിനസ്. അതായത് നിങ്ങൾ അത് ശരിയായിരിക്കും, നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം എന്താ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയും ഇത് ഇങ്ങനെ വരുമ്പോൾ ഒരു ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സും അതുപോലെ തന്നെ അതിനൊരു ലക്കിന്റെ ഫാക്ടർ ഉണ്ടെന്ന് ഞാൻ പറയും. പക്ഷെ ലക്കല്ല, ഡെഫിനറ്റ്ലി യുവർ സ്കിൽ സെറ്റ് ആൻഡ് പ്രാക്ടീസ് ആൻഡ് കണ്ടന്റ് ഈസ് ദി ഫാക്ടർ ഇൻ പ്രിലിംസ് ഓൾസോ. ബട്ട് ഇറ്റ് ഈസ് വെരി മച്ച് അൺപ്രഡിക്റ്റബിൾ ഇൻ നേച്ചർ. വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് മാത്രമായിരിക്കും, ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ സ്റ്റാറ്റിക് ആയിരിക്കും, ചിലപ്പോൾ സ്റ്റാറ്റിക് ഉണ്ടായിരിക്കില്ല. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് കണ്ടീഷൻ വന്നാലും നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആവുക എന്നുള്ളത് വളരെ ഒരു എസെൻഷ്യൽ റിക്വയർമെന്റ് ആണ്. ദാറ്റ് ഈസ് വിതൗട്ട് പ്രിലിംസ്, ക്ലിയറിംഗ് പ്രിലിംസ് യു കനോട്ട് സക്സീഡ് ഇൻ യുവർ സിവിൽ സർവീസസ് എക്സാമിനേഷൻ. ഇപ്പോൾ മെയിൻസിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാൻസ് കൂടുവാണ്. യുവർ ചാൻസസ് ടു ക്ലിയർ ദി എക്സാമിനേഷൻ ഈസ് ഇൻക്രീസിംഗ് ഡേ ബൈ ഡേ വിത്ത് ദി മെയിൻസ് എക്സാമിനേഷൻ ആൻഡ് ഇന്റർവ്യൂ. ഇന്റർവ്യൂവിൽ പറയുമ്പോൾ ഹാഫ് ദി ചാൻസ് ഉണ്ട്, അതായത് 50% ചാൻസ് ഉണ്ട്. മെയിൻസിൽ പറയുമ്പോൾ നമുക്കൊരു 10% ചാൻസ് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രിലിംസ് യു ഹാവ് അറൌണ്ട് 0.1%. 0.1% ആണ് അറൌണ്ട് ഒരു ചാൻസ് വരുന്നത്, 1% ആണ് അറൌണ്ട് ഒരു ചാൻസ് വരുന്നത്. സോ നമ്മൾ ആ ഒരു ചാൻസിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഇത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബേസിക്, നമ്മുടെ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് ഇടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ്. ഐ എം നോട്ട് ഗോയിങ് ടു ഓൾ ദി കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ്. ഈ വർഷം നടന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അഡ്രസ് ചെയ്യാം, ആൻസർ ചെയ്യാം എന്നുള്ള ഒരു ആസ്പെക്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പൊളിറ്റി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എങ്ങനെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, നോളജ് എന്ന് പറയുന്ന സാധനം മാത്രം പോരാ. അതായത് കണ്ടന്റ് ഈസ് നോട്ട് ദി കിങ് ഹിയർ, ഓർ ഇഫ് യു ആർ കൺസിഡറിങ് പ്രിലിംസ് യുവർ പ്രാക്ടീസ് ഈസ് ദി കിങ്.
ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം. ഈ ഒരു ബേസിക് ഐഡിയൽ കേസ് അല്ലെങ്കിൽ ഒരു ഈ ബേസിക് ഒരു ഐഡിയൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. യുവർ പ്രാക്ടീസ് ഈസ് ഗോയിങ് ടു മേക്ക് യു സക്സസ്ഫുൾ ഇൻ പ്രിലിംസ് എക്സാമിനേഷൻ. ഇഫ് യു ആർ നോട്ട് ഗോയിങ് ടു പ്രാക്ടീസ് ഇനഫ്, യു ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു സഫർ ഇൻ പ്രിലിംസ്. ഓർ നിങ്ങൾ പറയുകയാണ് കുറെ കണ്ടന്റ് പഠിക്കുന്നു, ഞാൻ NCERT വായിച്ചു കഴിഞ്ഞു, സോ ഐ വിൽ ബി ഗോയിങ് ഫോർ ലക്ഷ്മികാന്ത്. ഞാൻ ലക്ഷ്മികാന്ത് വായിച്ചു കഴിഞ്ഞു, ഐ വിൽ ബി ഗോയിങ് ഫോർ വാട്ട് എവർ ഇറ്റ് ഈസ്, DD ബസു ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ ഉമാ കബീല വായിക്കുന്നു, ഉപീന്ദർ സിംഗ് വായിക്കുന്നു. There may be some questions, very few questions coming from those textbooks also, but അതല്ല നിങ്ങളുടെ ചാൻസ്. There is 100 questions. Those 5 questions or 6 questions are not going to determine your future. നിങ്ങളുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ഒരു ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെ ഔട്ട്കം ഡിറ്റർമൈൻ ചെയ്യുന്നത്, പ്രിലിംസിന്റെ ഔട്ട്കം ഡിറ്റർമൈൻ ചെയ്യുന്നത് ഉറപ്പായിട്ടും ഈ പറയുന്ന വളരെ ഹ്യൂജ് വോള്യത്തിലുള്ള, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു ആ ഒരു ടെക്സ്റ്റ് വായിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതല്ല നിങ്ങളുടെ ഔട്ട്കമ്മിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ബാക്കിയുള്ള 99 ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ 95 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് യു ആർ ഏബിൾ ടു ആൻസർ ദോസ് 95 ക്വസ്റ്റ്യൻസ്, യു ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഗെറ്റ് അറൌണ്ട് 190 മാർക്സ്. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള വി ആർ ഹിയർ ടു ആൻസർ അറൌണ്ട് 70 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് 70 ക്വസ്റ്റ്യൻസ് വൃത്തിയായിട്ട് ശരിയാക്കാൻ പറ്റും. ബാക്കി 30 ക്വസ്റ്റ്യൻസ് തെറ്റിയാൽ പോലും, അല്ലെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ 30-35 ക്വസ്റ്റ്യൻസ് തെറ്റിയാൽ പോലും സ്റ്റിൽ യു ആർ ഗോയിങ് ടു ബി ഇൻ റാങ്ക്. അതായത് 65-35 ആണെങ്കിൽ നിങ്ങൾ മെയിൻസിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യും. ദാറ്റ് ഈസ് യു ആർ നോട്ട് ഗോയിങ് ടു, ഓർ യുവർ അംബിഷൻസ് ഓർ ഒബ്ജക്റ്റീവ് ഷുഡ് നോട്ട് ബി അച്ചീവിങ് 200 മാർക്സ്. 200 മാർക്ക് മേടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മാർക്ക് താഴോട്ട് പോവുകയുള്ളൂ. വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ 120 മാർക്സ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതാണ്, 70 ക്വസ്റ്റ്യൻസ് ശരിയാക്കുക. ബാക്കി എത്ര ക്വസ്റ്റ്യൻസ്, ഇഫ് യു വാണ്ട് ടു മേക്ക് മിസ്റ്റേക്സ് ഇൻ 30 ക്വസ്റ്റ്യൻസ്, നെക്സ്റ്റ് 30 ക്വസ്റ്റ്യൻസ്, no problem, you are definitely going to get the mark of 120. നിങ്ങൾക്ക് ഐഫോസിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഉപീന്ദർ സിംഗ് വായിക്കാത്തതോ, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് വായിക്കാത്തതോ അല്ല. നിങ്ങൾ NCERT വായിച്ചിട്ടില്ല, നിങ്ങൾ ഹിന്ദു ഫോളോ ചെയ്തില്ല. ഹൗ ടു ഫോളോ ഹിന്ദു, ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ഹിന്ദു, ഓർ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ദെയർ ഇൻ യുവർ പ്രിലിംസ് എക്സാമിനേഷൻ ആൻഡ് മെയിൻസ് എക്സാമിനേഷൻ. ഇത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല. യു ആർ ഗോയിങ് റൈറ്റ് ബിഹൈൻഡ് ദി കണ്ടന്റ്. നിങ്ങൾ കണ്ടന്റിന്റെ പുറകെ പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ്, not because of understanding or not because of your content, but because of the lack of your practice. നിങ്ങളുടെ പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ പുറമെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്യൂസ് വരുന്നത്. സോ വി വിൽ മേക്ക് എ സ്ട്രാറ്റജി. നമ്മൾ ഈ ഒരു നെക്സ്റ്റ് 1 hour അല്ലെ 2 hourൽ 1.5 hours we will evaluate how to do certain things, or how to ease your process of preparing prelims and mains examination. How you can prepare at the same time prelims and mains ഒരുമിച്ച് simultaneous ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. These things will be addressed at the right time, or this time നമ്മൾ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫീച്ചേഴ്സ് ആയിരിക്കും. So first of all, few things to start with. ഇതൊരു എന്താ പറയുക, ഒരു സ്പൂൺ ഫീഡിങ് സെഷൻ അല്ല. നമ്മൾ എന്താ പറയാ, നമ്മൾ കുറെ സ്ട്രാറ്റജീസ് പറയും. ഇപ്പം എന്താ പറയാ, ഓൺലി ഉള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്യുക, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് UPSC ഈസ് ഓൾസോ വാച്ചിങ് അവർ വീഡിയോസ് ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്. UPSCക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഓൺലി എപ്പോഴും ശരിയാകണമെന്നില്ല. നമ്മളൊരു സ്റ്റാൻഡർഡൈസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ആൻസറിലോട്ട് എത്താം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. അതിന് നിങ്ങളെ പ്രിലിം ഷുവർ, മെയിൻ ഷുവർ അല്ലെങ്കിൽ ഫീനിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാംസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡിസ്കഷന്റെ പെർസ്പെക്റ്റീവ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് ഐഡിയ, ദാറ്റ് ഈസ് പ്രിലിംസ്. വി വിൽ സ്റ്റാർട്ട് വിത്ത് പ്രിലിംസ്. വാട്ട് ടു ഡു ഫോർ പ്രിലിംസ്. നിങ്ങളുടെ ഐഡിയ എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് കുറെ ഐഡിയാസ് ഉണ്ടായിരിക്കും, അപ്പൊ നിങ്ങൾ കുറെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്താണ്? പ്രിലിംസിന്റെ ഒരു സ്ട്രാറ്റജി നമുക്കൊരു ഡിസ്കഷൻ ഫേസിൽ പോവാം. ഇഫ് യു ആർ ഡിസ്കസിംഗ് വിത്ത് അസ്, ഇറ്റ് വുഡ് ബി മച്ച് ബെറ്റർ. നമുക്ക് കൂടുതൽ ഐഡിയാസ് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇൻപുട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യുവർ ഫീഡ്ബാക്സ് ആൻഡ് യുവർ സജഷൻസ് വിൽ ബി വെരി മച്ച് അപ്രീഷിയേറ്റഡ്. എന്തായിരിക്കും നമ്മൾ പ്രിലിംസിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? എന്തായിരിക്കും? ഞാൻ പ്രാക്ടീസ് ഇസ് ദ കീ. പ്രാക്ടീസ് അല്ലാതെ നമ്മൾ എന്താ ഒരു സ്ട്രാറ്റജി എടുക്കുക? നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് കവർ ചെയ്യണം. ബേസിക് നോളജ് വേണം. ബേസിക് നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സിലബസ് എടുക്കണം. യെസ്, NCERT. അതായത് നിങ്ങൾക്ക് രണ്ട് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത് പറയുന്നുണ്ട്. ഇപ്പൊ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടന്റിനെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ പ്രീലിംസിന്റെ പെർസ്പെക്റ്റീവ്. ഇഫ് യു ആർ കൺസിഡറിങ് പ്രീലിംസിന് രണ്ട് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് കണ്ടന്റ്.
കണ്ടന്റ് മാത്രമല്ല, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് സിലബസ്, ഡെഫിനറ്റ്ലി കണ്ടന്റ് ആൻഡ് പ്രാക്ടീസ്. ഓക്കെ, അപ്പം പ്രിലിംസിന്റെ സിലബസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പ്രൈമറിലി കൊടുത്തേക്കുന്നത്. കറണ്ട് ഇമ്പോർട്ടൻറ്റ് കറണ്ട് ആൻഡ് നാഷണൽ ഇവന്റ്സ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ സിലബസ് അവിടെ നിൽക്കട്ടെ, നമ്മൾ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് സിലബസും കൂടെ ഫോക്കസ് ചെയ്യാം. സോ പ്രിലിംസ് ഹിയർ കണ്ടന്റ് ആൻഡ് പ്രാക്ടീസ് രണ്ട് പെർസ്പെക്റ്റീവ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നോർമൽ കേസിൽ കൺസിഡർ ആൻ ഇൻഡിവിജ്വൽ ഹു ഈസ് കമ്മിങ് ടു ആൻ അക്കാഡമി ആൻഡ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്, അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞു നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റിന് കൊടുക്കുന്ന വെയിറ്റേജ് അറൌണ്ട് 95 or 90 to 95%. ദാറ്റ് ഈസ് ഓൾ ദ ടൈം വി വിൽ ബി റീഡിങ് ദ സെയിം തിങ്. അതായത് നമ്മൾ NCERT വായിക്കുന്നു, നമ്മൾ വേറെ എന്തെങ്കിലും വായിക്കുന്നു, വി വിൽ കണ്ടിന്യൂ ഡൂയിങ് ദ സെയിം തിങ് ഫോർ എ വെരി ലോങ് ടൈം. നമ്മൾ പ്രാക്ടീസിന് കൊടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ ജൂൺ, നെക്സ്റ്റ് ഇയറിൽ June 6 or 7 ആണ് പ്രിലിംസ് നടക്കുന്നത്. വി വിൽ സ്റ്റാർട്ട് പ്രാക്ടീസിങ്, വി വിൽ ടേക്ക് സം പ്രാക്ടീസ്. ഡെഫിനറ്റ്ലി നമ്മൾ പ്രിലിംസ് ടെസ്റ്റിന് ജോയിൻ ചെയ്യും, കുറച്ച് എഴുതും, കുറച്ച് എഴുതില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ജൂണൊക്കെ അടുക്കാറാകുമ്പോൾ അല്ലെങ്കിൽ മെയ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യും. ദാറ്റ് ഈസ് അവർ ഫോക്കസ് വിൽ ബി ഓൺ പ്രാക്ടീസിങ് ഫോർ വെരി ലിമിറ്റഡ് ടൈം. ദാറ്റ് ഈസ് 10% ടൈം വിൽ ബി സ്പെൻഡ് ഫോർ പ്രാക്ടീസിങ്. ടൈമിന്റെ കാര്യമല്ല, 10% ഇമ്പോർട്ടൻസ് വിൽ ബി ഗിവൺ ടു പ്രാക്ടീസിങ്. സോ ഈ ഒരു ആസ്പെക്ട് ആണ് നിങ്ങളെ ശരിക്കും ഫെയിലിയറിലോട്ട് കൊണ്ടുപോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ യു വുഡ് ഹാവ് ഹേർഡ് അബൌട്ട് COVID-19. ഓക്കെ, COVID-19നെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. നമ്മൾ ഏതൊക്കെ വൈറസ് ആണ് വരുന്നത്, എന്തൊക്കെയാണ് വൈറസിന്റെ സ്ട്രക്ചർ, എന്തൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റും, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വാക്സിൻ, കോവാക്സ് ഉണ്ട്, കോവിഷീൽഡ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാക്സിൻസ് ഉണ്ട്. ഓൾ ദീസ് വാക്സിൻസ് വിൽ ബി ഡിഫറെന്റ്. DNA വാക്സിൻ ഉണ്ട്, RNA വാക്സിൻ ഉണ്ട്, മൂക്കിൽ ഒഴിക്കാൻ പറ്റുന്നുണ്ട്, ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. We will analyze all those things and we will fail to understand the important factor is to. അതായത് കണ്ടന്റിന്റെ വോള്യത്തിലാണ് ഇപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അതായത് ഇമ്പോർട്ടൻസിലല്ല. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടന്റ്. അതുപോലെ തന്നെ ബൈഫെനോൾ എന്ന് പറയുന്ന സാധനമുണ്ട്, ട്രൈക്ലോസാൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് കേട്ടിട്ടുണ്ടോ? ഇതിനു മുന്നേ ഈ ട്രൈക്ലോസാനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ട് സർ, പരസ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്. അതെ, നമുക്ക് പരസ്യത്തിലൊക്കെ വരുന്ന സാധനമാണ് ഈ ബൈഫെനോളും ട്രൈക്ലോസാനും ഒക്കെ. അല്ലാതെ NCERT എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? NCERT കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. ഇതിന്റെ റീസൺ എന്താണ്? നമ്മൾ വായിക്കുന്ന NCERT ഏതൊക്കെയാണ്? നമ്മൾ വളരെ അത്യാവശ്യമുള്ള NCERTs എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മൾ 6th സ്റ്റാൻഡേർഡ് NCERT എടുക്കുന്നു, 6th സ്റ്റാൻഡേർഡ് NCERT ഉണ്ട്, 7th സ്റ്റാൻഡേർഡ് NCERT ഉണ്ട്, ഹിസ്റ്ററി വായിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ഉണ്ട്, നമ്മൾ കൺസിഡർ യു ആർ പ്രിപ്പയറിംഗ് ഫ്രം റൈറ്റ് മൊമെന്റ്. ഇപ്പൊ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 6th സ്റ്റാൻഡേർഡ് വായിക്കുന്നു, 7th സ്റ്റാൻഡേർഡ് വായിക്കുന്നു, 8th സ്റ്റാൻഡേർഡ് വായിക്കുന്നു, 11th സ്റ്റാൻഡേർഡ് വായിക്കുന്നു, 12th വായിക്കുന്നു, ഹിസ്റ്ററി വായിക്കുന്നു, ജോഗ്രഫി വായിക്കുന്നു. പ്രൈമറിലി ഇതാണ് എല്ലാവരും വായിക്കുന്ന സാധനം. പിന്നെ ഒരു എക്സ്ട്രാ നമ്മൾ പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ ഇപ്പം ഏറ്റവും കൂടുതലായിട്ടും കുട്ടികളോട് പറയുന്നതാണ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് 1ഉം 2ഉം വായിക്കുക. ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് 1 and 2 വായിക്കുക. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് വായിക്കുക. ഇത് വായിക്കണമെന്ന് എപ്പോഴും പറയുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. അതിനകത്ത് ഒരു വലിയ സ്റ്റോറിയാണ്, ഒരു ലോങ് സ്റ്റോറിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് 1 and 2. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വാട്ട് യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്, ഓർ വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് വെൽഫെയർ ഗവൺമെന്റ്, ഓർ വാട്ട് ഈസ് ദെയർ മെൻഷനിങ് ഇൻ, ഓർ വാട്ട് ഈസ് ദ ഐഡിയ മെൻഷൻഡ് ബൈ DPSP. ഇതെല്ലാം എവിടെ പറഞ്ഞിട്ടുണ്ട്? നമുക്ക് ഈ പറയുന്ന NCERTs പറഞ്ഞിട്ടുണ്ട്. ബട്ട് വി ആർ നോട്ട് റെഡി ടു റീഡ് ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വായിക്കുന്നത് ഹിസ്റ്ററിയും ജോഗ്രഫിയും മാത്രമാണ്. ഓക്കെ, അത് വായിക്കേണ്ടതല്ല, വായിക്കണം, ഡെഫിനറ്റ്ലി വായിക്കണം. ഈ ബൈഫെനോൾ ട്രൈക്ലോസാൻ എന്ന് പറയുന്നത് കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടെക്സ്റ്റ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ്. ഇത് വായിക്കാതെ നിങ്ങൾക്ക് ഒരു കെമിസ്ട്രിയുടെ ബേസിക്സ്, അതായത് ഇതുപോലുള്ള ബേസിക് സാധനങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ദർ ഈസ് അനദർ ക്വസ്റ്റ്യൻ ഇൻ യുവർ പ്രിലിംസ് എക്സാമിനേഷൻ റിഗാർഡിംഗ് ദി ഫിസിക്സിന്റെ അകത്ത് വന്നത് പ്രഷർ കുക്കറിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്രഷർ കുക്കറിന്റെ ബോയിലിംഗ് പോയിന്റ് ഓർ അതിന്റെ കുക്കിംഗ് സ്റ്റൈലിനെ ഒക്കെ അഫക്ട് ചെയ്യുന്നത് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. If you are not getting those concepts, that means you are not reading the basic textbooks, including 8th standard, 9th standard textbooks. ഈ ബേസിക് സാധനങ്ങൾ മനസ്സിലാക്കാതെ how will you answer these questions? ഓക്കെ, ഇപ്പൊ UPSC ചോദിക്കുന്നത് വളരെ ബേസിക് സാധനമാണ്. ഇപ്പൊ COVID-19 വന്നപ്പോൾ ACE2 റിസപ്റ്റേഴ്സ് വിട്ടുപോയതിന്റെ റീസൺ എന്ന് പറയുന്നത് ദിസ് ഈസ് ദെയർ ഇൻ യുവർ ന്യൂസ് പേപ്പർ, ബട്ട് യു ഫെയിൽ ടു റീഡ് ദ ന്യൂസ് പേപ്പർ ആൻഡ് യു ഫോക്കസ്ഡ് ഓൺ ദ കമ്പൈലേഷൻസ്. ഫോക്കസ് ചെയ്ത കമ്പൈലേഷൻസിൽ ഇല്ലായിരുന്നു.
ഓക്കെ, മൾട്ടിപ്പിൾ കമ്പൈലേഷൻസ് ഉണ്ട്. കമ്പൈലേഷൻസ് ഒന്ന് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, വി വിൽ ബി ലുക്കിംഗ് ഫോർ മൾട്ടിപ്പിൾ കമ്പൈലേഷൻസ്. നമുക്ക് ഇൻസൈറ്റ്സ് ഉണ്ട്, വിഷൻ ഉണ്ട്, നമുക്ക് വേറെ ഏതെങ്കിലും ഉണ്ട്. അപ്പം ഓരോ ആഴ്ചയിലും ഓരോരോ കമ്പൈലേഷൻസ് ഇറങ്ങുന്നുണ്ട്. ഈവൻ നമ്മൾ ഇറങ്ങുന്ന ഒരു കമ്പൈലേഷൻ അതും കൂടെ നോക്കാം, കുറച്ച് ആഴ്ച കഴിഞ്ഞ് ഇതിനെക്കാട്ടും നല്ല വിഷൻ ഡെലിവറി ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ. റിമെമ്പർ ഫ്യൂ തിങ്സ്. ഓക്കെ, കമ്പൈലേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷനെ എയ്ഡ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ്. ഇറ്റ് ഈസ് നോട്ട് ദെയർ ടു റീപ്ലേസ് യുവർ പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് മിസ് ചെയ്ത് പോവാം. ഡെഫിനറ്റ്ലി വെൻ യു റീഡ് എ ന്യൂസ് പേപ്പർ യു ക്യാൻ മിസ് സം ടോപ്പിക്സ്. അത് ചിലപ്പോൾ ഒന്ന് കൊണ്ടുതരാനാണ് കമ്പൈലേഷൻസ് ഉപയോഗിക്കുക. ബട്ട് റീഡിംഗ് ന്യൂസ് പേപ്പർ ഈസ് വെരി എസെൻഷ്യൽ ഫോർ യുവർ preparation. ACE2 receptors, and every time there is a request for opening schools and colleges, അല്ലെങ്കിൽ lower level schools open ചെയ്യണം, LP സ്കൂളും UP സ്കൂളും ഓപ്പൺ ചെയ്യണം എന്ന് പറയുമ്പോൾ there is a mentioning of ACE2. Why there is an absence, or generally we can see an absence of ACE2 receptors in children എന്ന് പറഞ്ഞിട്ട് recommendations അല്ലെങ്കിൽ points നമുക്ക് അതിനകത്ത് വരാറുണ്ട്. We will not be focusing on that. We will only read some articles related to how China is including in our ലൊക്കാലിറ്റി, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇന്ത്യയുടെ വരുന്നത്. നമ്മൾ തെരഞ്ഞുപിടിച്ച് വായിക്കുന്നുണ്ട്. നമ്മൾ നല്ലതാണ് എഡിറ്റോറിയൽസ് തെരഞ്ഞുപിടിച്ച് വായിക്കുന്നത്, ബട്ട് യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആൻഡ് അറൌണ്ട് യു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം സ്പോർട്സ് വന്നതിനകത്ത് നമുക്കൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും സ്പോർട്സ് എൻതൂസിയാസ്റ്റ് ആവണമെന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എഴുതാൻ പറ്റിയ കാര്യം, നമുക്ക് സമ്മർ ഒളിമ്പിക്സിനെ കുറിച്ച് ആൻസർ എഴുതാമായിരുന്നു. ക്രിക്കറ്റും ബാക്കിയെല്ലാം പോട്ടെ, അത് നമ്മുടെ ഇൻട്രസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ടൈഗർ വുഡ്സിന്റെ ഒക്കെ കാര്യം ചോദിച്ചാൽ അതവിടെ പോട്ടെ. പക്ഷെ സ്റ്റിൽ ന്യൂസ് പേപ്പർ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ട്രീ സിറ്റിയെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ആൻസർ ചെയ്യുക അല്ല ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് യു ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിങ് ബേസിക്സ്. ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കണ്ടന്റിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, യുനെസ്കോയുടെ ഒരു ഓർഗനൈസേഷന്റെ അണ്ടറിൽ ഒരു ഓർഗനൈസേഷൻ, അതിന്റെ അടിയിൽ ഒരു ഓർഗനൈസേഷൻ, അതിന്റെ വേറൊരു ഓർഗനൈസേഷൻ, ഇതെല്ലാം നമുക്കറിയാമായിരുന്നു. പക്ഷെ യുനെസ്കോയെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കറിയില്ല. അല്ലെങ്കിൽ യൂണിയന്റെ ബേസിക് ക്വസ്റ്റ്യൻ, സെക്യൂരിറ്റി കൗൺസിലിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ലായിരിക്കും. നമ്മൾ വി വിൽ ബി സെയിങ് ദാറ്റ് മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്ലാർക്ക് ലൂ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. ആ ഓർഗനൈസേഷന്റെ മെമ്പർ ആരൊക്കെയാണ്, ഇന്ത്യ മെമ്പർ ആണോ നമുക്ക് അറിയായിരിക്കും. പക്ഷെ നമ്മുടെ ബേസിക് സാധനങ്ങൾ മിസ് ചെയ്ത് പോകുന്നു. ദാറ്റ് ഈസ് നോട്ട് ബിക്കോസ് യു ആർ നോട്ട് ലേണിംഗ്. നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടല്ല അത് മിസ് ചെയ്ത് പോകുന്നത്. ദ ഫോക്കസ് ഈസ് ഷിഫ്റ്റഡ് ബിക്കോസ് ഓഫ് ദീസ് കമ്പൈലേഷൻസ്. Primarily, everybody, almost 90% of students preparing for civil services will be focusing on compilations for getting their current affairs. Current affairs compilations ആണ് എടുക്കുന്നത്, എസ്പെഷ്യലി ഇൻ കേരള, എസ്പെഷ്യലി ഇൻ ട്രിവാൻഡ്രം. കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കമ്പൈലേഷൻസ്. ദാറ്റ് ഈസ് എ മേജർ റീസൺ ഫോർ ഫെയിലിയർ. ഓക്കെ, അപ്പോൾ കണ്ടന്റിനകത്തു നിന്നുള്ള ഇത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടന്റിൽ ഓവർ ഫോക്കസ് കൊടുക്കേണ്ട കാര്യമില്ല. യു ക്യാൻ ലേൺ. നിങ്ങൾ എന്താ ചെയ്യേണ്ട, കണ്ടന്റ് പഠിക്കേണ്ട. ഞാൻ സ്ട്രാറ്റജി പറയാം, നെക്സ്റ്റ് ഐഡിയൽ സ്ട്രാറ്റജി പറയാം. കണ്ടന്റ് പഠിക്കുമ്പോൾ NCERTs എല്ലാം വായിക്കണം. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി സയൻസ് വായിച്ചിരിക്കുക. ഇപ്പൊ ബയോളജി 4 ചാപ്റ്റർ ഉണ്ട്, എൻവയോൺമെന്റിനെ ബേസ് ചെയ്തിട്ട്, അത് കൃത്യമായിട്ട് വായിച്ചിരിക്കുക. അതുപോലെ തന്നെ ജോഗ്രഫി, ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റി, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വായിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു കമ്പൈലേഷൻസിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയ്ക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക, നോർമലി എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മന്ത്ലി കമ്പൈലേഷൻ ഉണ്ട്. അപ്പോൾ ഒക്ടോബറിൽ നിങ്ങളിപ്പം ഫെയിൽ ആയെന്ന് വിചാരിക്കുക പ്രിലിംസിന്, അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ല, ഏതായാലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ്, ഒക്ടോബറായി നവംബറായി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ മാസം തൊട്ട് ഞാൻ കൃത്യമായിട്ട് മന്ത്ലി കമ്പൈലേഷൻ വായിച്ചു തുടങ്ങും എന്ന് നമ്മൾ തീരുമാനിക്കും. നമ്മൾ പത്രം വായിക്കുന്നു, മന്ത്ലി കമ്പൈലേഷൻ വായിക്കും തീരുമാനിക്കും. നമ്മൾ ആദ്യത്തെ ആഴ്ച പത്രമൊക്കെ വായിക്കും. പിന്നെ ഒരു ദിവസം ഏതെങ്കിലും ആവശ്യത്തിന് നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്ത് പത്രം വിട്ടുപോകും. പിന്നെ ആലോചിക്കും, നമുക്ക് രണ്ടും കൂടെ വായിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എടുക്കും. പിന്നെ ലോഡ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ അവസാനം പത്രം ഉപേക്ഷിക്കും, കമ്പൈലേഷൻസിൽ ഒതുക്കും. ദിസ് വിൽ കണ്ടിന്യൂ ടിൽ മാർച്ച് വരെ നിങ്ങൾ എന്ത് ചെയ്യും, ഇടയ്ക്കും മുറയ്ക്കും കമ്പൈലേഷൻസ് ഒക്കെ വായിച്ച് ഇടയ്ക്ക് പത്രമൊക്കെ തുറന്ന് നോക്കി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. മാർച്ചിലെത്തി നിങ്ങൾ പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പുതിയ കമ്പൈലേഷൻസ് വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തുടങ്ങും. ദൈവമേ, ഇനി അപ്പുറത്തിരിക്കുന്ന ആൾ പഠിക്കുന്നതും ഞാൻ പഠിക്കുന്നതും തമ്മിൽ ഡിഫറൻ്റ് ആണോ, കുറച്ചും കൂടെ ഞാൻ കൂടുതൽ അതിനകത്തുനിന്ന് കിട്ടിയാലോ, അതും കൂടെ വായിക്കണോ. നിങ്ങൾ ഓൾറെഡി അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ലെങ്കിൽ അതേ ഓർഗനൈസേഷന്റെ ഇത് വായിച്ചിട്ടുണ്ടാവും, മന്ത്ലി കമ്പൈലേഷൻസ് വായിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യും, പിന്നെയും അവരുടെ പ്രിലിംസ് കമ്പൈലേഷൻ എടുത്തിട്ട് ഒന്നേന്ന് വായിച്ചു തുടങ്ങും. നിങ്ങൾക്ക് എന്തായി, ഓവർ ബർഡൻ ആണ്, ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പത്രം റെഗുലറായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. ഒരു ഷോർട്ട് നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ എഴുതുക, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു കമ്പൈലേഷൻ, ഒരു മന്ത്ലി കമ്പൈലേഷൻ, ദാറ്റ് ഈസ് ഫൈൻ. വേറെ ഒന്നും വേണ്ട, ബാക്കിയെല്ലാം അതിന്റെ വഴിക്ക് തന്നെ നടന്നുള്ളൂ. വളരെ കുറച്ച് കമ്പൈലേഷൻസ് ഉപയോഗിക്കുക, കണ്ടന്റ് ഫോളോ ചെയ്യുക. കണ്ടന്റിനകത്തുള്ള ഈ 90-95% എന്ന് പറയുന്നത്
അറൌണ്ട് മേക്ക് ഇറ്റ് ഒരു 50%, ഒരു ഈക്വൽ വാല്യൂ കൊടുക്കുക. പ്രാക്ടീസിനും കണ്ടന്റിനും ഈക്വൽ വാല്യൂ കൊടുക്കുക. ദെൻ യുവർ പ്രിപ്പറേഷൻ വിൽ ബി മച്ച് ബെറ്റർ. ഓക്കെ, അപ്പം ഇതൊരു ബേസിക്സ് ആണ്, നമുക്ക് അതിനകത്തൊന്ന് ബിൽഡ് ചെയ്യാം. കണ്ടന്റിന്റെ ഫോക്കസ് ആണ് ശരിക്കും പ്രശ്നം വരുന്നത്. പ്രാക്ടീസ് ഇസ് ദ ആക്ച്വൽ കീ ഫോർ യുവർ പ്രിപ്പറേഷൻ റിഗാർഡിംഗ് പ്രിലിംസ് എക്സാമിനേഷൻ. പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെ പ്രാക്ടീസ് ആണെന്ന് വി വിൽ ഇവാലുവേറ്റ്. സോ നമുക്ക് പ്രിലിംസിന്റെ ഐഡിയ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് മേക്ക് എ ഡെയിലി ഷെഡ്യൂൾ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീക്ക്ലി ഷെഡ്യൂൾ എങ്കിലും ഉണ്ടാക്കുക. ഓക്കെ, ഷെഡ്യൂൾ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഫീനിക്സ് പ്രോഗ്രാം വരുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യും, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെന്റർ രാവിലെ തന്നെ എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വായിക്കേണ്ടത്, എന്തൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഓൾറെഡി തരും. സോ ദാറ്റ് യുവർ ആൻസേഴ്സ് ഓർ യുവർ ടോപ്പിക്സ് വിൽ ബി ഇൻ എ റൈറ്റ് മോഡ്. നിങ്ങൾക്ക് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനൊരു ഐഡിയ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഫീനിക്സിൽ സെലക്ഷൻ കിട്ടുന്നില്ല, കൺസിഡർ യു ആർ നോട്ട് ഇൻ ദി ഫസ്റ്റ് 40 ഓർ നിങ്ങൾക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വിചാരിക്കും. പക്ഷെ ചെയ്യേണ്ട ഒരു എസെൻഷ്യൽ കാര്യം എന്ന് പറയുന്നത് യു ഷുഡ് ബി ഹാവിങ് എ ഷെഡ്യൂൾ. നമ്മളൊരു വീക്ക്ലി ഷെഡ്യൂൾ ഓൾറെഡി നിങ്ങൾക്ക് പ്രിലിംസിനും മെയിൻസിനും തന്നിട്ടുണ്ട്. ഫോളോ ദാറ്റ് ഇൻ എ വീക്ക്ലി ബേസിസ് ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻടു 7 ഡിഫറെന്റ് ഡേയ്സ് അല്ലെങ്കിൽ 6 ഡേയ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് യുവർ ടൈം ടു പ്രിപ്പയർ എ ടോപ്പിക്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ കവർ ചെയ്യണം, അതിനകത്ത് നമ്മൾ ഓൾറെഡി മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ട്. ഫോക്കസ് ഓൺ ദാറ്റ് മെറ്റീരിയൽ അലോൺ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വിൽ ഗീവ് യുവർ സജഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ഗോ ഫോർ എ 10 to 20 ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഓക്കെ, ഡെയിലി പ്രാക്ടീസിൽ നമ്മുടെ നോട്ട്ബുക്ക് ആപ്പിൽ നമ്മൾ ഈ മന്ത് തൊട്ട് നമുക്ക് ഡെയിലി പ്രാക്ടീസസ് സ്റ്റാർട്ട് ചെയ്യും. ഡെയിലി പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 to 20 ക്വസ്റ്റ്യൻസ്, അതായത് കറണ്ട് അഫയേഴ്സിനെയും സ്റ്റാറ്റിക്കിനെയും ബേസ് ചെയ്തിട്ട് റാൻഡം ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സ്, നമ്മുടെ പ്രിലിം ഷുവറിന്റെ ടോപ്പിക്സിനനുസരിച്ച് പോകുന്ന 10 to 20 ക്വസ്റ്റ്യൻസ് അവിടെ വരും. അത് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഒരു 15 ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വെരി ഗുഡ്. 15 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അത് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യു കണ്ടിന്യൂ വിത്ത് ദാറ്റ്, നോ പ്രോബ്ലം. പക്ഷേ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബെറ്റർ ടു ഹാവ് എ പിയർ ഗ്രൂപ്പ്. ഒരു ഒറ്റയ്ക്കിരിക്കുന്ന പഠിക്കുന്നത് തീരെ ശരിയല്ല എന്നല്ല പറയുന്നത്. ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ഗോ ഫോർ എ പിയർ ഗ്രൂപ്പ്. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ കണ്ടന്റ് മീൻസ് ഒത്തിരി പഠിക്കുന്നതിന് പകരം അതൊന്ന് കുറയ്ക്കാൻ പറ്റും, ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് ഡിസ്കഷൻ മോഡിലോട്ട് എത്താൻ പറ്റും. കുറെ ഒന്ന് പ്രോസസ്സിനെ ഒന്ന് ഈസി ചെയ്യാൻ എന്തുകൊണ്ട് ഒരു ചെറിയ പിയർ ഗ്രൂപ്പ്, ഒരു 2 3 4 പേര്, 4 പേര് കൂടാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. പിന്നെ 4 പേര് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കഥ പറയും, കുറിപ്പ് ഒളിച്ചിരിക്കുകയാണെന്ന് പറയും, കുറിപ്പിനെ ഇന്നലെ കണ്ടവരുണ്ടെന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുവഴി എറ്റേണൽസ് വഴി ഇങ്ങനെ പോകും. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ഒരു മാക്സിമം ഒരു 2 3 4 പേരുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഡിസ്കഷൻസ് നല്ലതാണ്. പക്ഷെ അതൊരു മാൻഡേറ്ററി അല്ല, ബട്ട് സ്റ്റിൽ ഫോക്കസ് ഓൺ ദാറ്റ് ഓൾസോ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിയിലാണ് നമ്മൾ ഇലാബറേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് കണ്ടന്റ് തന്നെയാണ്. ഈക്വൽ അല്ലെങ്കിൽ ഒരു 40 to 60% വാല്യൂ ഉള്ള ഒരു സാധനമാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. കണ്ടന്റ് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? യു ഷുഡ് ബി സ്റ്റാർട്ടിങ് വിത്ത് NCERT. NCERT എന്ന് പറയുന്നത് ഹിസ്റ്ററിയും ജോഗ്രഫിയും മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾ NCERTs. ലാംഗ്വേജ് NCERTs ഒഴിച്ചിട്ട് ബാക്കി എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. റീഡ് എൻവയോൺമെന്റ്, ക്ലാസ് 6 എൻവയോൺമെന്റ് വായിക്കണം. അതുപോലെ തന്നെ റീഡ് civics, Indian polity, democratic politics 1, 2, constitution at work. Read all these NCERTs, very important. Science NCERT, physics, chemistry. Physics ഒക്കെ നമ്മൾ ഇക്വേഷൻസ് ഒന്നും കാണാൻ പഠിക്കാൻ പോകണ്ട. അതിനകത്ത് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൗ ദി പ്രഷർ കുക്കർ വർക്ക്സ്, ഓർ ഹൗ വാട്ട് ഈസ് സെൻട്രിപിറ്റൽ ഫോഴ്സ്, വാട്ട് ഈസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ കൺസെപ്റ്റ് ഒക്കെ 8ലും 9ലും 10ലും നമ്മൾ പഠിക്കുന്നുണ്ട്. ഗോ ഫോർ ദാറ്റ്. NCERTയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവൻ ഇഫ് യു നോ വേർഡ് ബൈ വേർഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് NCERTs ഓർത്ത് വെക്കാൻ ഇപ്പൊ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിലും you should start with NCERT. Without reading NCERT, you are not going to clear the prelims examination. ഇപ്പം എത്ര പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു NCERT കാണാതെ പറയാമെന്ന് വിചാരിക്കുക, എങ്കിൽ പോലും നിങ്ങൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് NCERT എന്നാണ്. സ്റ്റാർട്ട് വിത്ത് NCERT. NCERTയുടെ ലിസ്റ്റ് നമ്മൾ തന്നിട്ടുണ്ട്. ഫോക്കസ് ഓൺ ഓൾ ദോസ് NCERTs. സെക്കൻഡ് ഐഡിയ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ്. ഒന്ന് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രിലിംസിനും മെയിൻസിനും ഈക്വലന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലക്ഷ്മികാന്ത് വായിക്കുക, സ്പെക്ട്രം വായിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്പെക്ട്രം വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം
എക്കണോമിക്സിന് വേണ്ടിയിട്ട് രമേശ് സിംഗ് ആണെന്നുണ്ടെങ്കിൽ രമേശ് സിംഗ് ഫോളോ ചെയ്യുക, ശങ്കർ ഗണേഷ് ആണെന്നുണ്ടെങ്കിൽ ശങ്കർ ഗണേഷ് ഫോളോ ചെയ്യുക. ഇപ്പോൾ അതുപോലെ തന്നെ എൻവയോൺമെന്റ് ഇപ്പോൾ 360 മെറ്റീരിയൽ ഫോളോ ചെയ്യണമെങ്കിൽ അത് ഫോളോ ചെയ്യുക, അല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. അതൊന്നും ഒരു പ്രശ്നമല്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐഡിയൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അത് ഫോളോ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ബേസിക്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്താണെന്ന് പഠിച്ചു. ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള സാധനങ്ങളാണ് നമുക്ക് എവിടെ വേണ്ടത്? രണ്ടാമത്തെ ലെവലിൽ വേണ്ടത്. അവിടെ സ്റ്റാൻഡേർഡ് ബുക്സ് ഹെൽപ്പ്. ദിസ് വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ യുവർ മെയിൻസ് എക്സാമിനേഷൻ ഓൾസോ. അതുകൊണ്ടാണ് നമ്മൾ പ്രിലിംസ് മെയിൻസ് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളും വായിക്കണം എന്ന് പറയുന്നത്. സോ അതാണ് രണ്ടാമത്തെ സാധനം. ഇത് രണ്ടും മതി. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട മൂന്നാമത്തെ കണ്ടന്റ് ആകെ ഒരു സാധനം ഹിന്ദു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, ദി ഇന്ത്യൻ എക്സ്പ്രസ്. ഇഫ് യു ആർ ഫോളോയിങ് ഡിജിറ്റൽ വേർഷൻ ഇന്ത്യൻ എക്സ്പ്രസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, അത് വായിക്കാം. ഓക്കെ, ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്പ്ലെയിൻഡ് അത് വളരെ അടിപൊളിയാണ്. നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്പ്ലെയിൻഡ്. അത് വായിച്ചു നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ഇനഫ് ഫോർ ആൻസറിങ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഫ്രം കറന്റ് അഫയേഴ്സ്. ഓക്കെ, ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്പ്ലെയിൻഡ് അവരുടെ ആർട്ടിക്കിൾസും വായിച്ചു നോക്കുക. അപ്പോൾ കണ്ടന്റ് ഇത് മാത്രം ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ എഴുതുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ബി അലോക്കേറ്റിംഗ് ടൈം. അതായത് ഒരു NCERT കൊണ്ട് ഇന്നൊരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് എടുത്ത് അടുത്ത ആഴ്ചയാണ് തീർക്കുന്നത്, അത് വർക്കാവില്ല. നമുക്ക് എന്ത് വേണം? ഒരു 1 ഡേ അല്ലെങ്കിൽ ഇത്ര അവറിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് അറിയാം, എത്ര ഒരു പേജ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ച് മനസ്സിലാക്കി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതിനനുസരിച്ച് ആ ഒരു ഐഡിയനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോവുക. അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നിങ്ങളുടെ കണ്ടന്റിന്റെ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്ത്. ഇപ്പൊ NCERT വരുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടത് തമിഴ്നാട് NCERT ഉണ്ട്, ഏൻഷ്യന്റ് ഹിസ്റ്ററിയും മെഡീവൽ ഹിസ്റ്ററിയും. അത് നല്ലതാണ്, അതും പറ്റുവാണെന്നുണ്ടെങ്കിൽ വായിക്കാം. ബട്ട് സ്റ്റിൽ നമ്മുടെ 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ NCERT അതുപോലെ തന്നെ തീംസിലെ ഹിസ്റ്ററി 1 and 2 ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. ഓക്കെ, അപ്പം ഇത്രയും സാധനം വായിച്ചാൽ മതി. ഇത് വായിച്ച് തീർക്കാൻ നിങ്ങൾക്ക് 3 മാസം 4 മാസം 5 മാസം ഒന്നും വേണ്ട. ഒരു നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുവാണ്, നല്ലപോലെ നോട്ട് എഴുതുവാണെങ്കിൽ പോലും ബൈ ഒരു ജാനുവരി അല്ലെ ഫെബ്രുവരിയോടുകൂടി ഇത് നിങ്ങൾക്ക് കവർ ആവും. പിന്നെ നമ്മൾ റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. ഇത്രയും സാധനം വായിച്ചാൽ മതി. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ടൈം ഉണ്ടെന്നും പറഞ്ഞ് വേറെ പുതിയ കുറെ സാധനങ്ങൾ വായിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടും, ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ കിട്ടും. പക്ഷെ യു വിൽ മിസ് ഔട്ട് ഇൻ യുവർ റിവിഷൻ ടെസ്റ്റ്. നിങ്ങൾക്ക് റിവിഷൻ മിസ് ഔട്ട് ആയി പോകും. ഇഫ് യു ആർ മിസ്സിംഗ് ഔട്ട് ഇൻ യുവർ റിവിഷൻ, ഡെഫിനറ്റ്ലി യു ആർ നോട്ട് ഗോയിങ് ടു ക്ലിയർ പ്രിലിംസ് എക്സാമിനേഷൻ. മാക്സിമം റിവിഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ക്ലിയറിംഗ് പ്രിലിംസ് എക്സാമിനേഷൻ. അതുകൊണ്ട് എന്ത് പറയാ, ആദ്യം പഠിച്ചു തീർന്നിട്ട് നമ്മൾ റിവിഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങൾ വായിച്ചാൽ മതി. അത് ഇനി നിങ്ങൾക്ക് എന്താ പറയാ, കുറച്ച് കമ്പൈലേഷൻ വായിച്ചാൽ പറ്റും. നിങ്ങളുടെ പ്രിപ്പറേഷൻ അങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 4ാമത് ഏതെങ്കിലും ഒരു കമ്പൈലേഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്പൈലേഷൻ എടുക്കുക. അത് നിങ്ങൾ ചൂസ് ചെയ്ത ഒരു 2 സെറ്റ് വായിച്ചു കഴിഞ്ഞു. ഓക്കെ, സോറി, നെറ്റ്വർക്ക് ഇന്ററപ്റ്റ് ആയതാണ്, കറണ്ട് പോയി. ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് സർ. ഓക്കെ, അപ്പോ നമ്മുടെ ഐഡിയ ഇതാണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. NCERT, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ്, ഹിന്ദു, ഏതെങ്കിലും ഒരു കമ്പാരിസൺ. ഇഫ് യു വാണ്ട് ടു ഹാവ് എനി ടൈപ്പ് ഓഫ് കമ്പാരിസൺസ് അതും കൂടെ ഫോളോ ചെയ്യുക, അതിന്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോ എന്താ പറയാ, ഒരു 5-6 മാസം കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ പുറകെ പോകേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പുതിയൊരു കമ്പാരിസന്റെ പുറകെ പോകേണ്ട ഒരു കാര്യം നിങ്ങൾക്കില്ല. ഇത്രയും സാധനം മാക്സിമം മതി. ഇതെന്ത് ചെയ്യുക, ഇത് പഠിക്കുക. എപ്പോ തീരുന്നോ അപ്പൊ തൊട്ട് റിവിഷൻ തുടങ്ങുക. 1, 2, 3, 4, 5, 6 എത്ര വട്ടം റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം റിവൈസ് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് റൈറ്റിംഗ് ആൻഡ് നോട്ട്സ്, ഡെഫിനറ്റ്ലി ഗോ ഫോർ ദാറ്റ്. ഒരു ബുക്കിനകത്ത് എഴുതി വെക്കാൻ പറ്റുന്ന നോട്ട്സിന്റെ ഒക്കെ ആവശ്യമുള്ളൂ, വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇത്രയും സാധനങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നിങ്ങളുടെ കണ്ടന്റ് പാർട്ട് കഴിഞ്ഞു. അതായത് ഒരു ബൈ ജാനുവരി ഇറ്റ്സെൽഫ് യു ക്യാൻ കംപ്ലീറ്റ്. ഐ ബിലീവ് ബൈ ജാനുവരി ഇറ്റ്സെൽഫ് യു ക്യാൻ കംപ്ലീറ്റ് ഓൾ ദീസ് ടെക്സ്റ്റ് ബുക്ക്. അല്ലെങ്കിൽ ഫെബ്രുവരി പോയിക്കോട്ടെ, ഫെബ്രുവരി ആണെങ്കിലും നിങ്ങൾ കവർ ചെയ്തേക്കും. പിന്നെ മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം കിടക്കുവാണ്. മിനിമം 3 or 4 റിവിഷൻ ചെയ്യാം. ദാറ്റ് വിൽ പെർഫെക്റ്റ് യുവർ ഐഡിയാസ്. നിങ്ങളുടെ കൺസെപ്റ്റിനെ എന്ത് ചെയ്യും, അണ്ടർസ്റ്റാൻഡബിൾ ആക്കും. അതായത് ക്ലിയർ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് യു ഷുഡ് ബി ഗോയിങ് ഫോർ പ്രാക്ടീസ്. ആഫ്റ്റർ ദാറ്റ് എന്ന് പറയുന്നത് ഞാൻ എന്താ പറയാ, ഫെബ്രുവരി വരെ
പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഫെബ്രുവരി കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാനല്ല, ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അതായത് നിങ്ങൾ ഓരോ വട്ടം എഴുതുമ്പോൾ ഡെയിലി പ്രാക്ടീസ് ഉണ്ടായിരിക്കും, വീക്ക്ലി പ്രാക്ടീസ് ഉണ്ടായിരിക്കും. ഇപ്പൊ പ്രീലിം ഷുവറിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീക്ക്ലി ടെസ്റ്റ് വരുന്നുണ്ട്. റൈറ്റ് ദാറ്റ് ടെസ്റ്റ്, ഡെഫിനറ്റ്ലി റൈറ്റ് ദാറ്റ് ടെസ്റ്റ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് മോസ്റ്റ്ലി വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ ഫോക്കസ് ഓൺ ദിസ്, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ജൂൺ 7-നാണ് പരീക്ഷയെങ്കിൽ ജൂൺ 6 വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPSC അല്ലെ എങ്ങനെ പരീക്ഷ തീരാനാണ്, പഠിക്കുന്നത് തീരാനാണ്, നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നേ പറ്റത്തുള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ജൂൺ 6 വരെ പോകും. ആൻഡ് വി വിൽ ഫെയിൽ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രാക്ടീസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. വിത്തൗട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് കിട്ടില്ല, നമുക്കൊരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പം ഈ പ്രാക്ടീസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രൈ ടു ടേക്ക് ഡെഫിനിറ്റ് പ്രാക്ടീസസ്, റെഗുലർ പ്രാക്ടീസസ് റെഗുലർ ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. ഓക്കെ, ഈ പ്രാക്ടീസ് എന്ന് പറയുന്നതിന് 2 സെറ്റ് ഉണ്ട്. അതായത് നമ്മളൊരു ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പോൾ പ്രീലിം ഷുവറിന് നിങ്ങൾ ജോയിൻ ചെയ്തു, ദാറ്റ് ഈസ് ഗുഡ്. പ്രിലിം ഷുവറിന് ജോയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി ടെസ്റ്റ്, രണ്ടാമത്തെ ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ടെസ്റ്റ്, ഇത് ഒരു ഡെയിലി ബേസിസിൽ ടെസ്റ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ചുമ്മാ ചുമ്മാ ഉണ്ടായിരുന്ന പോലെ നമ്മൾ 100 മാർക്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ സ്ട്രാറ്റജി. ഇതല്ല നമ്മുടെ സ്ട്രാറ്റജി. നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? അറിയാത്തത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ആർട്ടിക്കിൾ 14 എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞു. അതിന്റെ ആൻസർ കീ നിങ്ങൾ വായിച്ചു നോക്കണം, നിങ്ങൾക്ക് അറിയാം. പക്ഷേ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു, ഇപ്പം പറഞ്ഞ പോലെ ACE2 എന്താണെന്ന് ചോദിച്ചു. ഇത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇതിന്റെ ആൻസർ കീ ഒന്ന് വായിച്ചു നോക്കി അത് മനസ്സിലാക്കുക. അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം, നിങ്ങളുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്ര വട്ടം പറ്റുന്നുണ്ടോ അത്രയും വട്ടം റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മേക്കിംഗ് യു understand the answers or remember the answer remember ചെയ്യുക എന്നുള്ളതല്ല ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് ദെയർ ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ ഓഫ് UPSC എന്ത് തരം ക്വസ്റ്റ്യൻസ് ആണ്, എവിടൊക്കെയാണ് ഫ്ലാഗ്സ് വെക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് പറയുന്നത്. സോ പ്രാക്ടീസ് ദാറ്റ്. ഇതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി, ഒരു ബേസിക് സ്ട്രാറ്റജി ഇതിൽ നിന്നായിരിക്കണം ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വി വിൽ ഡിസ്കസ് സം ക്വസ്റ്റ്യൻസ്. ഇത് ഈ 2021 ക്വസ്റ്റ്യൻസ് ആണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യ, ദ ടേംസ് ഹൽബി, ഹോ ആൻഡ് കുയിൽ പെർട്ടൈൻസ് ടു ഏതായിരുന്നു? ട്രൈബൽ ലാംഗ്വേജസ്. അതെ, ട്രൈബൽ ലാംഗ്വേജസ് ആയിരുന്നു. എന്തുകൊണ്ടാ, എങ്ങനെ ഇതിന് ആൻസർ കിട്ടിയ? എവിടെ ഇത് കാണുന്നത്? ഹോ എന്ന് പറയുന്ന ട്രൈബിന്റെ പേരല്ലേ? അതെ, ഹോ എന്ന് പറയുന്ന ഒരു ട്രൈബിന്റെ പേരാണ്. പിന്നെ പ്രീ ഹിസ്റ്റോറിക് കേവ് പെയിന്റിങ്സ് ഒക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ കേൾക്കേണ്ടതാണ്, പക്ഷെ അങ്ങനെ കേട്ടിട്ടില്ല. അതേപോലെ ഡാൻസ് ഫോംസും ഈ പേരിൽ കേട്ടിട്ടില്ല. അതുകൊണ്ട് അത് 2 എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ എടുക്കാം. അപ്പൊ ബേസിക്കലി ഈ ക്വസ്റ്റ്യന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് NCERT-ലെ ഒരു മാപ്പാണ്. ദാറ്റ് ഈസ് ലാംഗ്വേജസ് ഇൻ ഇന്ത്യ. ലാംഗ്വേജസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ NCERT-ൽ, ഏത് NCERT ഞാൻ വിട്ടുപോയി, ഏതോ ഒരു സൊസൈറ്റി പറയുന്നല്ലേ, സോഷ്യൽ പെർസ്പെക്റ്റീവ് പറയുന്നത്, പീപ്പിൾ ആൻഡ് ഇന്ത്യ, അതുപോലെ കണ്ടംപററി ഇന്ത്യ, അതിലേതൊന്നാണ്. അതിൽ പറയുന്ന ലാംഗ്വേജസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാപ്പുണ്ട്. ഇപ്പൊ കേരളം വരച്ച് ഇവിടെ മലയാളമാണ്, ഇവിടെ തമിഴാണ്, ഇവിടെ തെലുങ്കാണ്, ഇവിടെ കന്നഡയാണ്. മേലോട്ട് വരുമ്പോൾ ഇവിടെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ ഹോ, അതുപോലെ തന്നെ ഹൽബി, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു മാപ്പാണ്. ബേസിക്കലി NCERT-ൽ കാണപ്പെടുന്ന ഒരു മാപ്പിന്റെ പുറത്തുനിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് NCERT നല്ല തറവായിട്ട്, അതായത് നിങ്ങൾ ഈ ജോഗ്രഫിയും അത് മാത്രം പഠിക്കാതെ വേറെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കുകയാണെങ്കിൽ, വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? NCERT-ന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സിമിലർലി ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ഈ ക്വസ്റ്റ്യന് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് വയലേറ്റ്സ് ഏതാണ്? DPSP. അതെ, DPSP-ലാണ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് പാടില്ല എന്ന് പറയുന്നത്. അതായത് ഇതും പറയുന്നത് എന്താണ്, നമ്മുടെ NCERT കോൺസ്റ്റിറ്റ്യൂഷൻ ടു വർക്ക് ഇൻ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിൽ എടുത്തു പറയുന്നുണ്ട്, DPSP's objective is for a welfare state and it provides for a equal distribution of wealth across the country. അതായത് അക്രോസ് പീപ്പിൾ, സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ആര് പറയുന്നത്? ഈ പറയുന്ന NCERT മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ NCERT വായിച്ചാൽ മതി. നിങ്ങൾ ഈ ലക്ഷ്മികാന്ത് ഓരോ ദിവസവും
കാണാതെ പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ റിവാർഡുകൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് NCERT കിട്ടുന്നുണ്ട്. ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് 1ഉം 2ഉം അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്കും പൊളിറ്റിക്കൽ തിയറി ഇങ്ങനെയുള്ള ടെക്സ്റ്റുകളിൽ കിട്ടുന്നത്. വാട്ട് യു മീൻ ബൈ ഇക്വാലിറ്റി, വാട്ട് യു മീൻ ബൈ ജസ്റ്റിസ്, വാട്ട് യു മീൻ ബൈ ലിബർട്ടി, ഓൾ ദീസ് തിങ്സ് ആർ ദെയർ ഇൻ യുവർ NCERT ടെക്സ്റ്റ് ബുക്സ്. ലക്ഷ്മികാന്ത് വായിച്ചാൽ അത് കിട്ടില്ല. ലക്ഷ്മികാന്ത് വായിച്ചാൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. യു ഷുഡ് ഡെഫിനറ്റ്ലി go for NCERT, definitely go for ലക്ഷ്മികാന്ത്. പക്ഷെ ലക്ഷ്മികാന്തിന് ഇപ്പൊ നോർമലി എല്ലാവരും കാണിക്കുന്ന ഒരു ഫീച്ചറാണ്, ലക്ഷ്മികാന്തിന്റെ ഒരു ചാപ്റ്റർ എടുക്കും. ഇപ്പൊ കൺസിഡർ പാർലമെന്റ് വളരെ ബോറിംഗ് ചാപ്റ്റർ ആണ്. പാർലമെന്റ് എടുക്കുന്നു, പാർലമെന്റിൽ നമ്മൾ ഫിനാൻസ് ബില്ല് എടുക്കുന്നു, ഫിനാൻസ് ബില്ല് അതിലും ബോറിംഗ് ആണ്. ഫിനാൻസ് ബില്ല് എടുക്കുന്നു, ഫിനാൻസ് ബില്ല് എടുത്തിട്ട് ഇങ്ങനെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ ഇടയ്ക്കുന്ന ഒരു വേർഡ് പിടിക്കും. ഓക്കെ, ദിസ് ഈസ് ആൻ എഡ്ജ് പോയിന്റ്, ദിസ് മസ്റ്റ് ബി ഇൻ യുവർ പ്രിലിംസ്. ഇത് ഒരു 10 പേരോട് നമ്മൾ ചോദിക്കും, ഇതിനെപ്പറ്റി അറിയാമോ, ഇതിനെപ്പറ്റി അറിയാമോ, ഇതിനെപ്പറ്റി ആർക്കും അറിയത്തില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചതാണ്. വെരി ഗുഡ്, നമ്മൾ സാറ്റിസ്ഫൈ ആയി. അവിടെ അല്ല, ഈ കിടക്കുന്ന ലൈൻ ബൈ ലൈനായിട്ട് കിടക്കുന്ന ഫിനാൻസ് ബില്ലിന്റെ ഡെഫിനിഷന്റെ ഇടയ്ക്ക് കിടക്കുന്ന ആരും ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റിലല്ല നിങ്ങളുടെ പ്രിലിംസ് നിങ്ങൾക്ക് ക്ലിയർ ആവാത്തത്. ഇത് തെറ്റിക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രിലിംസ് ക്ലിയർ ആവാത്തത്. ദാറ്റ് ഈസ്, ദിസ് ഈസ് ഫോർ എവ്രിബഡി ഈസ് ഗോയിങ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇഫ് യു ആർ ഫെയിലിംഗ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ, ഫെയിലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ, ഡെഫിനറ്റ്ലി യുവർ ആൻസർ ഈസ് നോട്ട്, യു ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ പ്രിലിംസ്. ഓക്കെ, അതാണ് ഒരു കാര്യം. അപ്പോ എന്ത് ചെയ്യുക, നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് BPSPയിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ലക്ഷ്മികാന്തിലും മനസ്സിലാക്കാൻ ഡെഫിനറ്റ്ലി ലക്ഷ്മികാന്തിലും നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇത് അതിലും എളുപ്പമായിട്ട് NCERT ഒരു സ്റ്റോറി പോലെ കിടക്കണം, നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. ലക്ഷ്മികാന്തിലെ വായിക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് മേ നോട്ട് ബി വെരി ഈസിലി റെക്കഗ്നൈസബിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന ഒരു സൈസിലായിരിക്കില്ല. യു ഷുഡ് ബി റീഡിങ് NCERT ഫോർ ദാറ്റ്. Similarly, next question, constitutional governments. എന്താണ് constitutional governments? Limited government. Limited by the means of constitution. ഇത് ഏത് ടെക്സ്റ്റ് ബുക്ക് ആണ്? വായിച്ചിട്ടുണ്ടോ NCERT? ക്ലാസ് 11 അല്ലേ? ക്ലാസ് 11 കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്. ക്ലാസ് 11 കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്കിനകത്താണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡയഗ്രാം വരച്ച് കൊടുത്തിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്സ്. അവിടെ കുറെ ടൈപ്പ് ഗവൺമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതറിഞ്ഞിരിക്കണം. ഇത് നിങ്ങൾക്ക് ലക്ഷ്മികാന്തി കിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ലക്ഷ്മികാന്തി കിട്ടില്ല. ദാറ്റ് യു നീഡ് ടു റിക്വയർ യു നീഡ് ടു റീഡ് ദി NCERT ഫോർ ദാറ്റ്. NCERT വായിക്കാതെ അതൊരിക്കലും കിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്, ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് NCERTയുടെ ഇമ്പോർട്ടൻസ് ആണ്. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്, 1-2 ക്വസ്റ്റ്യൻസും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൃത്യമായിട്ടൊരു സോഴ്സ് ഒന്നും പറയാൻ പറ്റില്ല. ഇത് കറണ്ട് അഫയേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, മറ്റേതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല. എന്താ പറയാ, ഒരു കൃത്യമായിട്ടൊരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു സോഴ്സ് പറയാൻ പറ്റാത്ത കുറെ റീജൻസ് ആണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല, 1 നമുക്ക് എലിമിനേറ്റ് ചെയ്തൂടെ, അത് വെച്ചിട്ട് 2, 3. ഓക്കെ, 1 നമ്മൾ എലിമിനേറ്റ് ചെയ്ത്. എന്തുകൊണ്ടാവും 1 എലിമിനേറ്റ് ചെയ്ത്? അല്ല, ഈ ടൈറ്റിൽസ് പേരിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വയലേറ്റ് ചെയ്യില്ല എന്നെന്തോ അല്ലേ? അതെ, ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. അപ്പൊ 1 നമുക്ക് ഇത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഓക്കെ, അപ്പൊ 1 ഉള്ളതായിരിക്കും, നോട്ട് കറക്റ്റാ ചോദിച്ചേക്കുന്നത്. 1 ഉള്ളതായിരിക്കും ഓപ്ഷൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനെ പറ്റി എന്താ അഭിപ്രായം? 2 തവണ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2 വട്ടം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ അത് മനസ്സിലാക്കുന്നത്? ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഈ ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളൊരു പെർസ്പെക്റ്റീവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു. ഓക്കെ, ഞാൻ 2 വട്ടം അത് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? 2 വട്ടം ക്വസ്റ്റ്യൻ വന്നു, നമ്മൾ വായിച്ചു നോക്കി, അങ്ങനെ മനസ്സിലാക്കിയതായിരിക്കും. അല്ലാതെ നമുക്കതൊരു കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പം ഓൺലി വൺസ്. അപ്പോൾ ശരിയാണ്, നമ്മുടെ നോർമൽ ടെക്നിക്കിൽ അല്ലെങ്കിൽ നോർമലി ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
വി വിൽ സേ ദാറ്റ് ഓൺലി വൺസ്. ഇതൊരു ക്വസ്റ്റ്യൻ ടേം ആണ്, അതായത് ഓൺലി ആണോ എന്ന് നമുക്കൊരു എപ്പോഴും ഒരു ഡൗട്ട്ഫുൾ വരുന്ന അല്ലെങ്കിൽ ഡൗട്ട് വരുന്ന ഒരു റീജൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ട് എടുക്കാം. ഓൺലി വൺസിന് പകരം ഓൺലി വരാൻ പാടില്ല. ഓക്കെ, ഞാൻ അസ്യൂം ചെയ്തു അത് തെറ്റായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ 1ഉം 2ഉം ഞാൻ തെറ്റാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത് നമ്പർ ഓഫ് ഭാരതരത്ന അവാർഡ്സ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ മാക്സിമം ഓഫ് 5 ഇൻ എ പാർട്ടിക്കുലർ ഇയർ. ഇതെങ്ങനെ നിങ്ങൾ അസ്യൂം ചെയ്തു? ഞാൻ രണ്ടാമത്തതും അക്സെപ്റ്റ് ചെയ്തു. ഒന്ന്, നമുക്ക് ഏതായാലും നമ്മൾ കൃത്യമായിട്ട് കണ്ടന്റ് വായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് വരുന്നില്ല. 2, ഞാൻ ഓൺലി വെച്ചിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. 3 എങ്ങനെ എലിമിനേറ്റ് ചെയ്യും? അല്ലെങ്കിൽ 3 എങ്ങനെ ഉണ്ട് നമ്മൾ പറയാം, അത് ഇല്ലെന്ന് നമ്മൾ പറയും? നിങ്ങളൊന്ന് ആലോചിക്കേ. നിങ്ങൾ എങ്ങനെ പറയാം? 3 ഉണ്ടോ? 3 ശരിയാണോ? ശരിയാണോ? നിങ്ങൾ പറഞ്ഞു തെറ്റിക്കോട്ടെ, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാവും. തെറ്റിക്കോട്ടെ. ശരിയാണെന്ന് തോന്നുന്നു സർ. ശരിയാണെന്ന് തോന്നുന്നു. തെറ്റാണെന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. ശരിക്കും അത് തെറ്റാണ്. മാക്സിമം ഓഫ് 3 ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുന്ന 1, 2, 3 ഇത് 3 തെറ്റാണ്. ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തത് നമ്മൾ ആ ഒരു അസംഷനിൽ ഒള്ളി വന്നതുകൊണ്ട് തെറ്റാവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ ഒള്ളി വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും തെറ്റുന്നില്ല. അതും കൂടെ ആലോചിക്കുക. ഞങ്ങൾ എപ്പോഴും പറയുന്ന സാധനമാണ്, ഒള്ളി വരുന്നത് നിങ്ങൾക്ക് എന്താണ്, ഇവിടെ ഒരു ഫ്ലാഗ് ആണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ സാധനം ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ട്. ദാറ്റ് ഈസ്, ഇത് നിങ്ങൾ നോക്കുക, റെസ്ട്രിക്റ്റഡ് ടു എ മാക്സിമം ഓഫ് 5. ഇവിടെയും പറയുന്നത് എന്താണ്, ഒരു മാക്സിമം പീരീഡിൽ അല്ലെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഭാരതരത്നയുടെ എണ്ണം 5 ആണ്. അതായത് 2 ഫ്ലാഗ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, വട്ടം ഇടുക, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ നോക്കുക, ശ്രദ്ധിക്കുക. ആൻസർ എഴുതുമ്പോൾ ഒന്നാമതാണ് നമ്മൾ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി, ഇത് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട് 18 ക്ലോസ് 1ന്റെ അടിയിലൊന്നും അല്ല വരുന്നത്. ഓക്കെ, ഇത് തെറ്റാണ്, ഏതായാലും തെറ്റാണ്. അപ്പൊ 1 ഉള്ളത്, ഇപ്പൊ ഇത് ഓപ്ഷൻ വരില്ല, നമുക്ക് വെട്ടിക്കളഞ്ഞു. ഇനി 1, 2 ഉണ്ട്, 1 and 3 ഉണ്ട്, 1, 2 and 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എടുക്കുന്നു. ഇവിടെ ഒരു ഫ്ലാഗ് വന്നു, ഒള്ളി. നമ്മൾ ആലോചിച്ച് നോക്കുക, 1954 വന്നത്. ഇതിനിടയ്ക്ക് എവിടെയൊക്കെ നമുക്ക് സസ്പെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്? എന്തെങ്കിലും കാര്യമുണ്ടോ സസ്പെൻഡ് ആവേണ്ട? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ എന്ന് ആലോചിക്കാം. കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറ് വന്നിട്ടുള്ള പീരീഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ വരാൻ തുടങ്ങിയ ഇഷ്യൂസ് ഉണ്ട്. 1989, 1991 ഒക്കെ നമുക്ക് കുറെ റിഫോംസും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സമയമുണ്ട്. അതുപോലെ തന്നെ 1975-76 പീരീഡ് എന്ന് പറയുന്നത് എമർജൻസി പീരീഡ്സ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ഈ പീരീഡ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ സസ്പെൻഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇത് നിങ്ങളുടെ തോട്ട് പ്രോസസ് ഇങ്ങനെയാണ് പോകേണ്ടത്. അല്ലാതെ നമ്മൾ ഒള്ളി വന്നതുകൊണ്ട് തെറ്റാണെന്ന് എടുക്കരുത്. ഒള്ളി വന്നതുകൊണ്ട് അത് തെറ്റാവാൻ ചാൻസ് ഉണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇൻഡ്യൂഷൻ തോന്നുവാണെങ്കിൽ തെറ്റായിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, 1975 പ്രശ്നമുണ്ട്, 19 വാറുണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ വരുന്നു. അപ്പൊ എന്ത് ചെയ്യാം, ചിലപ്പോൾ കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ ഭാരതത്തിന് വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ എന്ത് ചെയ്യാം, ഇത് തെറ്റാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് എടുക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് ഭാരതരത്ന അവാർഡ്സ് മാക്സിമം 5 എന്നാണ് പറഞ്ഞേക്കുന്നത്. 5 പേർക്ക് ഇതുവരെയും കൊടുത്തായിട്ട്, ഒരുമിച്ച് 5 പേർക്ക് കൊടുത്തായിട്ട് നിങ്ങൾക്ക് അറിയാമോ? വായിച്ചിട്ടുണ്ടോ? എങ്ങനെയായാലും നിങ്ങൾ 2000 തൊട്ടുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ 2000 കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ആലോചിക്കുക, എന്തെങ്കിലും 5 പേർക്ക് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആലോചിക്കാം, അത് 5 പേർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊടുത്തുകൂടായിരുന്നു. ഇപ്പം ഭാരതത്തിനെ മേടിക്കാൻ പറ്റുന്ന 5 കൂടുതൽ ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ഒരു വർഷം 5 കൂടുതൽ ആൾക്കാർ ഏതായാലും ഇന്ത്യയിലുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. എന്തോ ഒരു കാരണം കൊണ്ട് അത് കൊടുക്കുന്നില്ല. നമ്മളിപ്പോ 1-2-3 പേർക്കൊക്കെ കൊടുത്ത് നമ്മൾ കേട്ടു. പക്ഷെ 5 എന്ന് പറയുന്ന നമ്പർ നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ എന്തായി, അതും തെറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ നമ്മുടെ കണ്ടന്റ് അറിയില്ല എന്നുള്ള അസംഷനിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്ത് പറയാം, നമുക്ക് 2നും തെറ്റാവാനുള്ള ചാൻസ് ഉണ്ട്, 3നും തെറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്, 2ഉം 3ഉം തെറ്റാവാനുള്ള ചാൻസ് ഉള്ള ഒരു ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഇഫ് യു വാണ്ട് ടു ടേക്ക് ആൻ ഹഞ്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻഡ്യൂഷന്റെ പുറത്ത് മൂവ് ചെയ്യുവാണ്, ഈ ഒരു പ്രോസസ്സിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? 1, 2 and 3 ആണ്. അല്ലാതെ
1 and 2 1 and 3 ഉള്ളിയല്ല. അവിടെ ഇരുന്ന് ആലോചിക്കരുത്. ഇപ്പം ഇത്രയും നമ്മൾ ചെയ്തു വന്നിട്ട് അവിടെ ഇരുന്ന് പറയരുത് ചിലപ്പോൾ 5 പേർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിലോ എന്ന് വിചാരിക്കരുത്. കാരണം ലോജിക് എപ്പോഴും എന്തായിരിക്കണം, ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും മൂവ് ചെയ്യേണ്ടത്. ഒരു സ്റ്റേറ്റ്മെന്റ് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് മറ്റേ സ്റ്റേറ്റ്മെന്റ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഹാപ്പനിങ് ദയർ. രണ്ടുപേർക്കും ഒരേ ലോജിക് അപ്ലൈ ചെയ്യാം. അത് തെറ്റാവാൻ ചാൻസ് ഉണ്ട്, ഇതും തെറ്റാവാൻ ചാൻസ് ഉണ്ട്. സോ രണ്ടുപേരും ഞാൻ തെറ്റായിട്ട് അസ്യൂം ചെയ്യാം. ഇപ്പൊ ഒരു 1 only ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 only കുത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഓപ്ഷൻ എന്തില്ല, 1 only ഇല്ല. നിങ്ങൾക്ക് ആൻസർ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ 1 2 and 3 ആണ് ആൻസറിൽ വരുന്നത്. അതൊന്ന് ഈ പ്രോസസ് ആലോചിച്ചാൽ മതി. എല്ലാ സ്റ്റേറ്റ്മെന്റിലും ഒരേ ലോജിക് ഉപയോഗിക്കുക. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വിചാരിക്കും ഒള്ളി വന്നു അതുകൊണ്ട് തെറ്റാണ്. ഇവിടെ നമ്മൾ മാക്സിമം 5 years ചിലപ്പോൾ വരുമായിരിക്കും, നമ്മൾ വായിക്കാത്തതിന്റെ കുഴപ്പമാണ്. നമ്മൾ പറയും ഓക്കെ 1 ഉം 2 ഉം തെറ്റ്, നിങ്ങളുടെ ആൻസർ തെറ്റി. ഇതുണ്ടാവരുത്. ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ലോജിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ അതിന്റെ റിവേഴ്സ് ലോജിക് ഉപയോഗിക്കരുത്. രണ്ടും തമ്മിലുള്ള റിലേറ്റഡ് ആണ് ടോപ്പിക്സ്, അല്ലെങ്കിൽ പോയിന്റ്സ് റിലേറ്റഡ് ആണ്. ആ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സിനെ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. യു ഷുഡ് ബി റീഡിങ് ഇൻ സച്ച് എ വേ ഓൺലി. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞേ? സോ ഇത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ പ്രിലിംസിന് തൊട്ട് മുന്നേ ഒരു 2-3 ദിവസം ന്യൂസ് പേപ്പർ വായിച്ചിരുന്നെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാമായിരുന്നു. മറ്റേ ആര്യൻ ഖാന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ അവർ ഡിഫൈൻ ചെയ്ത സാധനമാണ് ജുഡീഷ്യൽ കസ്റ്റഡി. എന്താ ജുഡീഷ്യൽ കസ്റ്റഡി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? പോലീസ് സ്റ്റേഷനാണോ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നവർ കിടക്കുന്നത്? സിനിമ ജയിലിലാണ്. നമ്മള് സിനിമയിലൊക്കെ എപ്പോഴും കാണുന്ന സാധനമാണ്. എന്താണ്, അവരെ ജയിലിലോട്ടാണ് വിടുന്നത്, ജയിലിലാണ് അവർ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് എടുക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കഴിഞ്ഞാൽ എന്താ മജിസ്ട്രേറ്റിന്റെ മുന്നേ ഹാജരാക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അത് മജിസ്ട്രേറ്റിന്റെ തീരുമാനം. അല്ലാതെ നമ്മള് എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റിന്റെ മുന്നേ ഹാജരാക്കണമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ തോട്ട് പ്രോസസ് പോലീസ് ചിലപ്പോൾ കേസ് ഉപദ്രവിക്കുമായിരിക്കും, പ്രശ്നം ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് ചെയ്തത്? ഇൻഡിവിജ്വലിന്റെ റൈറ്റിനെ അല്ലേ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലെ? അറസ്റ്റ് ചെയ്യപ്പെട്ട ഇൻഡിവിജ്വലിന്റെ റൈറ്റിനെ അല്ലേ അവർ പെട്ടെന്ന് 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണമെന്ന് പറയുമ്പോൾ ഇത് ചെയ്യുന്നത് ഇൻഡിവിജ്വലിന്റെ റൈറ്റിനെ അല്ലേ? അതെ സർ. ആർട്ടിക്കിൾ 20, 21 പറയുന്ന റൈറ്റ്സിനെ അല്ലേ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലിന്റെ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് അവിടെ അപ്രൂവൽ ഒന്നും വേണ്ടാതെ പോലീസിന് പിന്നെ ഇന്റർവേറ്റ് ചെയ്യിക്കാമെങ്കിൽ വല്ല കാര്യമുണ്ടോ? അത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടാവുന്നു. ഇപ്പം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുക, പക്ഷെ പോലീസുകാർക്ക് എന്തും ചെയ്യാം? എന്തെങ്കിലും സംഭവിക്കുക? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നതുമായിട്ട്? എന്തെങ്കിലും ഡിഫറൻസ് ആണ്? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക? ഇത് മനസ്സിലാക്കുക. അതായത് നോട്ട് അലൗഡ് ടു ഇന്റർഗേറ്റ് ദ സബ്ജക്ട് വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് കോർട്ട്. ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. അതായത് നിങ്ങൾക്ക് ബേസിക്കലി ഒരു ന്യൂസ് പേപ്പർ ഉണ്ടെന്നുണ്ട്, അല്ല നിങ്ങൾ സിനിമയൊക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ജുഡീഷ്യൽ കസ്റ്റഡി പറയുന്ന കമ്പലേഷൻ നിങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു കമ്പലേഷൻ ഉണ്ടായി. ഇപ്പൊ കമ്പലേഷൻസ് ഉണ്ടാക്കുന്ന ആലോചിക്കുക. നിങ്ങളെ പോലെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഈക്വലന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും കമ്പലേഷൻസ് ഉണ്ടാക്കുന്നത്. അല്ലാതെ UPSC മെമ്പറോ അല്ലെങ്കിൽ UPSC ക്വസ്റ്റ്യൻ ഇടുന്നവരൊന്നും എവിടെയും കമ്പലേഷൻസ് ഉണ്ടാക്കുന്നില്ല. അത് മനസ്സിലാക്കുക. അപ്പൊ കമ്പലേഷൻസ് അല്ല നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ ഫോക്കസ് എന്താണ്? ഹൗ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ, ഹൗ ടു ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഹൗ ടു റീഡ് ന്യൂസ് പേപ്പർ. ഈ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആൻസേഴ്സ് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റിക്വയർമെന്റ്. അതായത് ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? NCERT നിങ്ങളുടെ തോട്ടും വെച്ചിട്ട് ബേസിക് ആയിട്ട് ആൻസർ ചെയ്യും. തോട്ട് പ്രോസസ് ഇംപ്രൂവ് ചെയ്യുകയാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആൻസർ ചെയ്യാൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിം ഷുവറിൽ, അതായത് പ്രിലിം ടെസ്റ്റ് സീരീസിൽ വരുന്നത് വീക്ക്ലി സിലബസ് ഉണ്ടായിരിക്കും. വീക്ക്ലി സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇതൊക്കെ പഠിക്കണം എന്നല്ല പറയുന്നത്. വീക്ക്ലി ഒരു ഡീറ്റെയിൽഡ് സിലബസ് നമ്മൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും? വോയിസ് നോട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ബേസ് ചെയ്ത് ഇടും. എന്തൊക്കെയാണ് വായിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടത് എന്നുള്ളൊരു പെർസ്പെക്റ്റീവില് നമ്മളൊരു വീക്ക്ലി സിലബസ് ഐഡന്റിഫൈ ചെയ്ത് തരും. അതിനെ ബേസ് ചെയ്തിട്ട് എന്തുണ്ടാവും? എല്ലാ സൺഡേസിലും നിങ്ങൾക്ക് എക്സാം വരും. ഇതിനകത്ത് CSAT ഇൻക്ലൂഡഡ് ആണ്, GS പേപ്പർ ഇൻക്ലൂഡഡ് ആണ്. ഇതിനകത്ത് എന്ത് ചെയ്യും? വീക്ക്ലി ടെസ്റ്റ് വരുന്നു. വീക്ക്ലി ടെസ്റ്റിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?
നിങ്ങൾ നിങ്ങളുടെ എക്സാം എഴുതുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ വരുന്നു. കൺസിഡർ ഇപ്പൊ നിങ്ങൾക്ക് ഇന്ത്യൻ പൊളിറ്റി എഴുതി, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയതാകെ 45 മാർക്കാണ്. നിങ്ങൾ 5 എടുത്ത് എല്ലാം ശരി, അല്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റ്യൂഷൻസിനെ ബേസ് ചെയ്തിട്ട് മുന്നോട്ട് പോയി, എല്ലാം തെറ്റി. അതിനകത്ത് വരുന്ന അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെന്റർഷിപ്പ്. ഇപ്പൊ നെക്സ്റ്റ് ഒരു കണ്ടീഷനാണ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? മെന്ററിനെ ഷെഡ്യൂൾ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ബൈ വീക്കിലിയോ അല്ലെങ്കിൽ ബൈ വൺസിന്റെ മന്തോ എന്ത് ചെയ്യുന്നു? ഡയറക്ട്ലി ഒരു മെന്ററിനെ വന്ന് മീറ്റ് ചെയ്യുന്നു. ഇവിടെ എന്താ നിങ്ങളുടെ ഒബ്ജക്റ്റീവ്? യു ആർ ഗോയിങ് ടു ഡിസ്കസ് യുവർ ഇഷ്യൂസ് വിത്ത് യുവർ മെന്റേഴ്സ്. ഇപ്പൊ ഞങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അക്കാഡമിയിൽ ഓഫ്ലൈനിൽ വരണമെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി വരിക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പ്രോസസ്സിനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. വി ആർ നോട്ട് ഗോയിങ് ടു or we are not focusing on improving your readability or increasing your content volume. കണ്ടന്റിന്റെ വോളിയം അല്ല, അതിന്റെ വാല്യൂ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, എത്രത്തോളം വായിക്കുക, പിന്നെ വായിക്കാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സജഷൻ തന്നു വിടില്ല. അത് തീരെ കണ്ടന്റ് ഇല്ലെങ്കിലുള്ള കണ്ടീഷൻ മാത്രമേ നമ്മൾ അത് സജസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഹൗ ടു ആൻസർ, ഹൗ ടു എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രം ഒരു ഫെബ്രുവരി മാർച്ച് ഓൺവേർഡ്സ് യു വിൽ ബി ഹാവിംഗ് റെഗുലർ PYQ സെഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ 20 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. 2013 ഓൺവേർഡ്സ് നമ്മളെല്ലാം എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്ത് ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നെക്സ്റ്റ് വൺ സ്ട്രാറ്റജി സെഷൻസ് ഉണ്ട്. സ്ട്രാറ്റജി സെഷൻസിൽ എന്ത് ചെയ്യും? നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ ഫെബ്രുവരി എൻഡോടുകൂടി ആയിരിക്കും. കാരണം പ്രിലിംസ് സ്പെസിഫിക് ആകുമ്പോഴേ ഈ സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതിന്റെ ഫോക്കസ് എന്താണ്? സ്ട്രാറ്റജി സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാമായിരുന്നു, ഇന്നതൊക്കെ ചെയ്യാമായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. അതുപോലെ തന്നെ ഈ സ്ട്രാറ്റജി സെഷൻസിന്റെ അകത്ത് വരുന്നതാണ് ടെസ്റ്റ് ഡിസ്കഷൻ. ടെസ്റ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇപ്പം എല്ലാം പറയുന്ന പോലെ നമ്മൾ കുറെ കണ്ടന്റ് പറയാണ്. ഇപ്പം ആർട്ടിക്കിൾ 14 ഇതാണ്, ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. അല്ലെങ്കിൽ ഭാരതരത്ന എന്ന് പറയുന്നത് 3 പേർക്കേ കൊടുക്കുള്ളൂ ഒരു വർഷം, അല്ലെങ്കിൽ 5 വട്ടം അല്ലെങ്കിൽ 2 വട്ടം മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ, ഇടയ്ക്ക് നിന്ന് പോയിട്ടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യമല്ലായിരിക്കും. ഹൗ ടു ആൻസർ എന്ന പെർസ്പെക്റ്റീവ്. ഇപ്പൊ ഞങ്ങളുടെ പ്രിലിംസിന്റെ ഡിസ്കഷനിൽ ഇരുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാവും. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ വി വിൽ ബി ഫോക്കസിങ് ഓൺ ഹൗ ടു ആൻസർ ദ പെർസ്പെക്റ്റീവ്. നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, ഹൗ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ, ഈ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മുടെ പ്രിലിംസ് ഡിസ്കഷൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ മെന്റർഷിപ്പ് പറഞ്ഞു. അതുപോലെ തന്നെ യു വിൽ ബി ഗെറ്റിംഗ് ഓൾ ദി കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസ്. ഇത് വേറെ അക്കാഡമിയുടെ അല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ന്യൂസ് പേപ്പർ വായിച്ചു. ബേസിക്കലി സാധനം വരുന്ന ന്യൂസ് പേപ്പർ, ഓരോ ദിവസത്തെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് വായിച്ച് മനസ്സിലാക്കി അതിനകത്തുനിന്ന് വരുന്ന കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്രീലിംഷുവറിന്റെ ആസ്പെക്റ്റിൽ കിട്ടുക. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്ന മെയിൻസ് ആണ്. അപ്പൊ പ്രീലിംസിന്റെ ഒരു സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൺസേൺ എന്ന് പറയുന്ന മെയിൻസ് ആണ്. പ്രീലിംസ് പഠിച്ചിപ്പം ഇത്രയും സാധനങ്ങൾ ചെയ്താൽ പ്രീലിംസ് പാസ്സാവും എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ പ്രീലിംഷുവറിന് ജോയിൻ ചെയ്യുന്നു, നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു, യു ആർ ഗോയിങ് ടു പാസ്, ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു പാസ് പ്രിലിംസ് എക്സാമിനേഷൻ. ഇത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ടു ഡു നെക്സ്റ്റ്. മെയിൻസ് എക്സാമിനേഷന് പ്രിലിംസ് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതിയോ? ഡെഫിനറ്റ്ലി നോട്ട്. യു ആർ ഗോയിങ് ടു കംപ്ലീറ്റ് യുവർ മെയിൻസ് എക്സാമിനേഷൻ ബിഫോർ മാർച്ച്, അല്ലെങ്കിൽ മാർച്ച് മിഡ് അല്ലെങ്കിൽ മാർച്ച് എൻഡോട് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എലോങ് വിത്ത് പ്രിലിംസ് പ്രിപ്പറേഷൻ യു ഷുഡ് കംപ്ലീറ്റ് യുവർ ഓപ്ഷണൽ ആൻഡ് ഓൾസോ യു ഷുഡ് കംപ്ലീറ്റ് യുവർ മെയിൻസ് പ്രിപ്പറേഷൻ. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കംപ്ലീറ്റ് ദീസ് തിങ്സ് നമ്മൾ എന്ത് ചെയ്യും? പ്രിലിംസ് പാസ്സാവും, പക്ഷെ മെയിൻസിന്റെ സമയത്ത് നമുക്ക് സമയം കിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് മെയിൻസിന്റെ സ്ട്രാറ്റജിയും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുക. എഗെയിൻ മെയിൻസിന്റെ ഐഡിയ വരുമ്പോൾ എന്താണ്? നമ്മൾ ഫസ്റ്റ് കണ്ടന്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. കണ്ടന്റ് ഫോക്കസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഇപ്പം NCERT പഠിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് പഠിക്കുന്നു. ഇതിനകത്ത് തന്നെ നമുക്ക് ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റ്സും ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ റീഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റോറിയൽ അനാലിസിസ്. അതായത് നിങ്ങളുടെ എന്ത് വേണം? ഹിന്ദുവിന്റെ അനാലിസിസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് വേരിയസ് ആക്ടിവിറ്റീസ് ഡൂയിങ് ഓർ ഹാപ്പനിങ് ഇൻ ആൻഡ് അറൌണ്ട് യു. അതായത് GS1 ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാം, എസ്പെഷ്യലി GS2 ആൻഡ് GS3, all the questions from your GS2 and GS3 will be from current affairs. Current affairs ആണ് ഡയറക്ട്ലി പിക്ക് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാസ്റ്റ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇന്റർനാഷണൽ റിലേഷൻസിൽ ജപ്പാനുമായിട്ടുള്ള റിലേഷൻ, ബിക്കോസ് ജപ്പാൻ വാസ് ഓൾവേസ് ഇൻ ന്യൂസ്. അതുപോലെ തന്നെ ഇപ്പം സ്പീക്കറിന്റെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഇയർ, വൺസ് എ സ്പീക്കർ ഓൾവേസ് എ സ്പീക്കർ, ഇത് അതും ന്യൂസിലുണ്ടായിരുന്നു. വൈ സ്പീക്കർ ഷുഡ് ബി നോൺ പാർട്ടിസൺ. ഈ ഒരു പെർസ്പെക്റ്റീവിൽ എല്ലാ വർഷവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് നമ്മൾ ന്യൂസ് പേപ്പർ പ്രിപ്പയർ ചെയ്ത് ഇതേ സാധനം എന്ത് ചെയ്യാം? നിങ്ങൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ ആൻസർ എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
you can complete the prelims examination or mains examination along with the prelims preparation. Prelims in the content first round complete ചെയ്യുന്നതോടുകൂടി mains complete ചെയ്യാം. Only thing you need to focus is GS4 apart. GS1 ഉം GS4 ഉം മാത്രം എക്സ്ട്രാ നോക്കിയാൽ മതി. പിന്നെ കുറച്ച് ഇന്റർനാഷണൽ റിലേഷൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലത്തുള്ളത് നോക്കിയാൽ മതി. ആ മെറ്റീരിയൽ ഈസ് അവൈലബിൾ ഓൺ ആമസോൺ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് മേടിക്കാം. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി അറൌണ്ട് ടു യു ഓൾ. അതായത് നിങ്ങൾ ഈ ബേസിക് സാധനങ്ങൾ വായിച്ച് കഴിയുന്നതോടെ എന്ത് ചെയ്യും, മെയിൻസിന്റെ കണ്ടന്റും നിങ്ങൾക്ക് കഴിയും. കണ്ടന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ ഇതേ സാധനമാണ്. NCERT സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് എഡിറ്റോറിയൽ. എക്സ്ട്രാ റീഡിംഗ് വേണ്ട ഏതൊക്കെയാണ്? ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്റേണൽ സെക്യൂരിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, സൊസൈറ്റി. വേറെ ഒന്നിനും എക്സ്ട്രാ റീഡിംഗ് വേണ്ട. എത്തിക്സ് ഈസ് ഓൾ അബൌട്ട് റൈറ്റിംഗ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇത്രയും സാധനങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിരുന്നാൽ മതി. ദാറ്റ് ഈസ് യു ആർ ഗോയിങ് ടു ഫോക്കസ് മോർ ആൻഡ് മോർ ഓൺ ദി ബേസിക് തിങ്സ്. As you get very well versed with these things, your answers will be better and better. Okay, അത്രേ ഉള്ളൂ നമ്മുടെ കണ്ടന്റിൽ വരുന്നത്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് കണ്ടന്റ് എഴുതുമ്പോൾ കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു പ്രസന്റ് യുവർ ഐഡിയാസ്. ഇത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഹൗ ടു പ്രസന്റ് യുവർ ഐഡിയാസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സ്പീക്കറിനെ കുറിച്ച് ഘോരം കുറേ കാര്യങ്ങൾ അറിയായിരിക്കും. ബട്ട് സ്റ്റിൽ യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു ആൻസർ ദിസ്. അല്ലെങ്കിൽ ഇപ്പൊ സ്പീക്കറിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച്, സ്പീക്കറിന്റെ നോൺ പാർട്ടിസാൻഷിപ്പിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച്, യു നോ അബൌട്ട് സ്പീക്കർ, യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് സ്പീക്കർ, ബട്ട് യു കനോട്ട് ആൻസർ. ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല. ഇതാണ് നോർമലി എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നം. So that what you should be doing is that you should be reading through all the content. അതായത് എല്ലാ മെറ്റീരിയൽസും അല്ലെങ്കിൽ all the contents you have already read, നിങ്ങൾ എല്ലാം വായിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, you take questions എടുക്കുക. ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, യു ഷുഡ് ബി ഗെറ്റിംഗ് ഫീഡ്ബാക്ക്. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെയിൻ ഷുവർ പ്രോഗ്രാം വരുന്നത്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു 5 questions ആണ് വീക്ക്ലി വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 10 questions ആയിരിക്കും. ഇൻക്രിമെന്റൽ അപ്രോച്ച് ആണ്. അതായത് ആദ്യം നിങ്ങൾ 5 എഴുതി ഒരു മണിക്കൂറിൽ, കുറച്ചുകൂടെ കഴിയുമ്പോൾ 10 questions ആവും, പിന്നെ 15 questions ആവും, അങ്ങനെ 20 questions ടൈമിലി അല്ലെങ്കിൽ ഒരു ടൈമിന്റെ ബേസിസിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ എന്ത് ചെയ്യാം, മെയിൻസിന്റെ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകും. ദാറ്റ് ഈസ് യു ക്യാൻ ഡെഫിനറ്റ്ലി ക്ലിയർ ദി എക്സാമിനേഷൻ, ക്ലിയർ ദ മെയിൻസ് ഇഫ് യു പ്രാക്ടീസ് ദിസ്. ഇതിന്റെ കൂട്ടത്തിൽ എന്താണ് നമ്മൾ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്സ് ആണ് വെച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് ഓൾ ദി ഡിസ്കഷൻസ് ഇൻഡിവിജ്വലി. എന്താ ചെയ്യാം, നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് അനലൈസ് ചെയ്യുകയായിരിക്കും നമ്മുടെ മെന്റേഴ്സ് ചെയ്യുന്നത്. സോ മോർ യു പ്രാക്ടീസ്, മോർ യുവർ quality will be. നിങ്ങളുടെ ഫീഡ്ബാക്സ് കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, you can definitely improve the quality of your answers. As you increase your quality, definitely it will result in your marks. മെയിൻസ് എന്ന് പറയുന്നത് പ്രാക്ടീസ് മാത്രമാണ്. മെയിൻസിനകത്ത് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഇല്ല. യു ക്യാൻ predict all the question, almost every questions of the mains examination. GS2 ഉം GS1 ഉം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ മേക്ക് ഷുവർ ദാറ്റ് you know or you understand this, how to answer these questions. അത് മാത്രം നോക്കിയിരുന്നാൽ മതി. ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. നമ്മൾ ഓരോ ഡിസ്കഷൻ സെഷൻസിലും ഫോക്കസ് ചെയ്യുന്നത് അതാണ്. അതുപോലെ തന്നെ ഒരു ജസ്റ്റ് ഒരു സജഷൻ തരുവാണെന്നുണ്ടെങ്കിൽ ഹൗ ടു ഇംപ്രൂവ് യുവർ പ്രസന്റേഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. ഡ്രോ മാപ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ GS1 ജോഗ്രഫി ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ സെക്യൂരിറ്റിയിലൊക്കെ എന്ത് ചെയ്യാം, മാപ്പ് വരയ്ക്കും. ഇപ്പോൾ റെഡ് കോറിഡോർ ചോദിക്കുമ്പോൾ യു ഷുഡ് ബി ഡ്രോയിങ് ദീസ് ആൻഡ് യു ഷുഡ് മാർക്ക് റെഡ് കോറിഡോർ. ഇതെന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ദാറ്റ് ഈസ് യുവർ ക്വാളിറ്റി ഓഫ് യുവർ ആൻസർ വിൽ ബി ഇൻക്രീസിങ് വിത്ത് ദിസ്. അതായത് റെഡ് കോറിഡോർ ഇതാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിന്റെ ഒരു ഇഷ്യൂസ് പറയുന്നു. ഇപ്പൊ നോർത്ത് ഈസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു, നമ്മൾ എന്ത് പറയുന്നു, ഈ റീജിയൻസിൽ ഫോറസ്റ്റ് ബൗണ്ടറി ഉണ്ട്, ഈ റീജിയനിൽ ഫോറസ്റ്റ് ബൗണ്ടറി ഉണ്ട്. വി ഡ്രോ മാപ്സ് ആൻഡ് മേക്ക് ദി എക്സാമിനർ നോ ദാറ്റ് യു നോ ഓൾ ദ കണ്ടന്റ്. അതുപോലെ തന്നെ യു ക്യാൻ ഓൾസോ ഗോ ഫോർ ബ്ലോക്ക് ഡയഗ്രാംസ്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഓഡിറ്റ്സ്. ഓക്കെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നു, സോഷ്യൽ ഓഡിറ്റിനെ വന്നിട്ട് നിങ്ങൾ ഫീച്ചേഴ്സ് റെപ്രസെന്റേറ്റ് ചെയ്യണം, വളരെ പെട്ടെന്ന് റെപ്രസെന്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഡൂയിങ് ദിസ് ഓൺലി. അതായത് എന്ത് ചെയ്യുക, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും, ഇത് ഡെപ്പിക്ട് ചെയ്യും. ദാറ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഓഡിറ്റ്. ഓക്കെ, അത് നമുക്ക് പോകെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്സിൽ ഇത് നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗെറ്റ് ഫീഡ്ബാക്ക്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഡെയിലി റൈറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരിടത്ത്
എടുക്കുകയാണ്. ഇവിടുത്തെ ഇപ്പം എന്താ പറയാ, ഒരു ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് ആണ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടത്. അതായത് നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടതെന്നല്ല നിങ്ങൾക്ക് വേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും എടുത്തിട്ട് ആ ക്വസ്റ്റ്യനിൽ ഇംപ്രൂവ് എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം, എവിടൊക്കെയാണ് നിങ്ങളുടെ സ്ട്രക്ചർ എഴുതുമ്പോൾ 1, 2, 3, 4 ഈ ഒരു പെർസ്പെക്റ്റീവില് അറേഞ്ച് ചെയ്യാൻ പറ്റണം. ഈ അറേഞ്ച്മെന്റിനാണ് നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുന്നത്. അല്ലാതെ ഫീഡ്ബാക്ക് ഇപ്പൊ പറയാണ്, ഞാൻ പറയാം നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് കുഴപ്പമില്ല നോക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യു വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ് ഫ്രം ദാറ്റ്. യു വിൽ നോട്ട് നോ ഹൗ ടു ഇംപ്രൂവ് യുവർ ആൻസേഴ്സ്. wherever you get feedback, you should keep in mind that you should be getting the feedback on a specific basis. അതായത് ഓരോ പോയിന്റ്സ് നിങ്ങൾ എഴുതുമ്പോൾ എന്തറിഞ്ഞിരിക്കണം, അതിന്റെ ഫീഡ്ബാക്കിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫീഡ്ബാക്ക് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, യുവർ ആൻസർ വിൽ ബി ഗുഡ് എനഫ്. ഓക്കെ, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ നേടാൻ പോകുന്നത്. അപ്പം ഞാൻ മെയിൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്കഷൻ, നമ്മൾ എന്തൊക്കെ എഴുതും എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ മതി. ഇത് GS 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്ലൂറലിസം ഇൻ ഇന്ത്യ അണ്ടർ ത്രെറ്റ് ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതിനെങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതുന്നത്? How will you answer this question? സർ, ആദ്യം ഞാൻ ഗ്ലോബലൈസേഷനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യും ഇൻട്രൊഡക്ഷനിൽ. ദെൻ ഗ്ലോബലൈസേഷനും ഡൈവേഴ്സിറ്റിയും അതിന്റെ കണക്ഷൻസ്, അതേപോലെ ഗ്ലോബലൈസേഷൻ പ്ലൂറലിസത്തിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു അതും എഴുതും. അപ്പം നമ്മൾ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഈസ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്ലൂറലിസം ആർ അണ്ടർ ത്രെറ്റ്? അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യും? ത്രെറ്റിലാണോ? അതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഗ്ലോബലൈസേഷൻ കാരണം നമ്മുടെ ഡൈവേഴ്സിറ്റി ത്രെറ്റിലാണോ? സാർ, ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എടുക്കുന്നല്ലേ നല്ലത്? നമ്മുടേതും ഡൈവേഴ്സിഫൈ. ബാലൻസ് അപ്രോച്ച് എങ്ങനെ എടുക്കും? ഇതിന്റെ പോസിറ്റീവ്സും ഉണ്ടാവും നെഗറ്റീവ്സും ഉണ്ടാവും, അത് പോയിന്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്, അത് പോയിന്റ് ഔട്ട് ചെയ്യാം. പിന്നെ ഇപ്പൊ ഇതിൽ പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് 2-3 ടൈപ്പിലാണ് കീവേഡ്സ് വരുന്നത്. 2-3 ടൈപ്പിലാണ്. അതായത് നിങ്ങൾക്ക് ഡിസ്കസ് വരുന്നു, അനലൈസ് വരുന്നു. ഇപ്പം ഇങ്ങനെയുള്ള കീവേഡ്സിനെല്ലാം നമ്മൾ 2 സൈഡും എഴുതും. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. ഡൈവേഴ്സിറ്റിയും പ്ലൂറലിസം ത്രെറ്റിലാണോ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ പറയാ, നമുക്ക് ഇറ്റ് മേ സീംസ് ദാറ്റ് ഇറ്റ് ഈസ് അണ്ടർ ത്രെറ്റ്. നമ്മൾ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് നമുക്ക് തോന്നും ഇത് ത്രെറ്റിലാണ്, പക്ഷെ ഇറ്റ് ഈസ് ഓൾസോ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എൻഷുറിംഗ് മാക്സിമം ടോളറൻസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എൻഷുറിംഗ് ഡൈവേഴ്സിറ്റി. പുതിയ ഡൈവേഴ്സ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് കൊണ്ടുവരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലൈസേഷൻ കാരണമാണ് എന്ത് വരുന്നത്, LGBT റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു റൈറ്റ്സേ ഇല്ല, അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. നമുക്കത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് മെക്കാനിസം. അതായത് ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഗ്ലോബലൈസേഷൻ ഉള്ള ഒരു സിസ്റ്റത്തിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു പെർസ്പെക്റ്റീവ് ഒരു ബാലൻസ് ചെയ്യണം. പക്ഷെ യു ഷുഡ് ബി മെൻഷനിങ് വൈ യു ആർ ബാലൻസിങ്. ചുമ്മാ കയറി ബാലൻസ് ചെയ്യരുത്. കുറച്ച് സമയത്ത് ഡൈവേഴ്സിറ്റി ഉണ്ട്, കുറച്ച് സമയത്ത് ചില സമയത്ത് അഫക്ട് ചെയ്യാറുണ്ട്, ചില സമയത്ത് അഫക്ട് ചെയ്യാറില്ല. ഇങ്ങനെ പറയരുത്. ഒന്ന് പറയാ, ഇറ്റ് മേ സീം നിങ്ങൾക്ക് ഡൈവേഴ്സിറ്റി അഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പറയാ, മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ഡൈവേഴ്സിറ്റി. അങ്ങനെയാണ്, ഡൈവേഴ്സിറ്റി അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാ. അല്ല നിങ്ങൾക്ക് തോന്നുവാണ് ബാലൻസ്ഡ് ആയിട്ട് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ പറയാം, എന്താണ് ഡൈവേഴ്സിറ്റി അഫക്ട് ചെയ്യുന്നത്. ഇറ്റ് മേ സീം ദാറ്റ് ഗ്ലോബലൈസേഷൻ ഈസ് അഫക്റ്റിംഗ് ദി ബാലൻസ്ഡ് ഓർ ഇന്ത്യസ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്ലൂറലിസം, ബട്ട് ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് ഓൾസോ എൻഷുറിംഗ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്ലൂറലിസം. ഈ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് പറഞ്ഞു നിർത്താവുന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങൾ ആൻസേഴ്സ് എഴുതി ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്പീക്കറിന്റെ ക്വസ്റ്റ്യൻ, വൺസ് എ സ്പീക്കർ ഓൾവേസ് എ സ്പീക്കർ, ഡു യു തിങ്ക് ദ പ്രാക്ടീസ് ഷുഡ് ബി അഡോപ്റ്റഡ് ഇൻ ഇംപാർട്ട് ഒബ്ജക്ടിവിറ്റി ടു ദ ഓഫീസ് ഓഫ് സ്പീക്കർ ഓഫ് ലോക്സഭ? വാട്ട് കുഡ് ബി ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഫോർ ദ റോബസ്റ്റ് ഫങ്ഷനിങ് ഓഫ് പാർലമെന്ററി ബിസിനസ് ഇൻ ഇന്ത്യ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് വൺസ് എ സ്പീക്കർ ഓൾവേസ് എ സ്പീക്കർ, ഈ കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം?
ഒരു സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ മരിക്കുന്ന നമ്മുടെ സ്പീക്കറായിട്ടിരിക്കണോ? വേണ്ട സർ. വേണ്ട. എന്തുകൊണ്ടാണ് വേണ്ടത്? ഓരോ സമയത്ത് ഇലക്ടഡ് ഗവൺമെന്റ് വരുമല്ലോ, അപ്പൊ അവരെന്തായാലും നടത്താൻ പോലെ ഇപ്പൊ ചെയ്യും പോലെ. അപ്പൊ നമ്മുടെ ഐഡിയ ആ ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്ന സാധനം സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ? ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് വൺസ് ഈ സാധനം വാട്ട് കുഡ് ബി ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ. നമ്മൾ ഒബ്ജക്ടിവിറ്റി കൊണ്ടുവരുന്ന കാര്യം പറയുന്നു. ഒബ്ജക്ടിവിറ്റി എങ്ങനെ കൊണ്ടുവരാം? ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാതെ ഒബ്ജക്ടിവിറ്റി എങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരാം? സർ, നോൺ പാർട്ടിസൺഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം മാക്സിമം. അതായത് ഒരാൾ സ്പീക്കർ ആയി കഴിഞ്ഞാൽ അയാൾ നിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റ്. യെസ്, നമ്മൾ പുതിയ സജഷൻ വെക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു നോൺ പാർട്ടിസാൻ അപ്രോച്ച് കൊണ്ടുവരിക. നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന് സിമിലർ ആയിട്ടൊരു നോൺ പാർട്ടിസാൻ അപ്രോച്ച് കൊണ്ടുവരിക എന്ന് മെൻഷൻ ചെയ്താൽ മതി. അതായത് ഇതിന്റെ ഇംപ്ലിക്കേഷൻ, ഒരു നോൺ പാർട്ടിസാൻ അപ്രോച്ച് വന്നുള്ള ഗുണങ്ങൾ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിലുള്ള ഇഷ്യൂസ് മെൻഷൻ ചെയ്ത് നമുക്ക് ആൻസർ കംപ്ലീറ്റ് ആവും. ഇതിനെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്പീക്കറിനെ പറഞ്ഞിട്ട് സ്പീക്കറിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റാൻഡിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഈ സ്പീക്കർ വേണോ, വൺസ് എ സ്പീക്കർ ഓൾവേസ് എ സ്പീക്കർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വേണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ വാട്ട് കുഡ് ബി ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ, ഇത് നമ്മൾ അഡ്രസ് ചെയ്യുന്നു. ആസ് വി അഡ്രസ് ദീസ് ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആൻസർ എന്തായി, ക്വസ്റ്റ്യന്റെ അലൈൻഡ് ആയി, ക്വസ്റ്റ്യന്റെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. വൺസ് യു സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് ഓഫ് ക്വസ്റ്റ്യൻ യുവർ ആൻസർ വിൽ ബി ഗ്രേറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ GS3 ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ഇൻട്രാ ജനറേഷണൽ ആൻഡ് ഇന്റർ ജനറേഷണൽ ഇഷ്യൂസ് ഓഫ് ഇക്വിറ്റി ഫ്രം പെർസ്പെക്ടീവ് ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്തൊക്കെയാണ് ഇൻട്രാ ജനറേഷണൽ ആൻഡ് ഇന്റർ ജനറേഷണൽ ഇഷ്യൂസ് ഓഫ് ഇക്വിറ്റി ഫ്രം ദി ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്? ഇൻട്രാ ജനറേഷണൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്? എന്തെങ്കിലും ഇതിനൊരു ആൻസർ, GS3 ആൻസർ ആണ്, ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഒരു സജഷൻ പറയും. ഇല്ല, ആരുമില്ല. ആർക്കും അഭിപ്രായമൊന്നുമില്ല. മെയിൽ ആൻഡ് ഫീമെയിൽ ഇക്വിറ്റി. യെസ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഇക്വിറ്റി. യെസ്, ഇൻട്രാ ജനറേഷനകത്ത് ഏറ്റവും ഇഷ്യൂസ് ആണ് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറൻസുകൾ, LGBT, മെയിൽ ആൻഡ് ഫീമെയിൽ, ഇങ്ങനെയുള്ള ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ. അതൊരു വളരെ വലിയൊരു കറക്റ്റ് ആണ്. പിന്നെന്താ ഉള്ളത്? ഫാമിലിയുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വെച്ച് പറയാൻ പറ്റും. ഏതാണ്? ഫാമിലിയുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വെച്ചിട്ട് അതിലുള്ള സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ നമ്മൾ ഫാമിലിയുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ നമ്മൾ കൊണ്ടുവരില്ല. നമ്മൾ അതിന് പകരം കൊണ്ടുവരുന്നത് ഇനീക്വാലിറ്റി ആണ്. ഇനീക്വാലിറ്റിയാണ് പറയുന്നത്. ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ ഒരു ഇഷ്യൂ ആണ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. അതിലൊരു ചലഞ്ചാണ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാപ്പ് വരച്ച് ഡെപ്പിക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു റീജിയൻ, അതായത് ഈസ്റ്റേൺ റീജിയനിലും സദേൺ റീജിയനിലും വരുന്ന ഇൻട്രാ സ്പേഷ്യൽ അല്ലെങ്കിൽ ഇന്റർ സ്പേഷ്യൽ ഡിഫറൻസസ് അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് ഡിഫറൻസസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ സാറേ കാസ്റ്റ് പറയാൻ പറ്റുമോ? കാസ്റ്റ്, യെസ്, ഡെഫിനറ്റ്ലി സോഷ്യൽ ഡിഫറൻസസ്, കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറൻസസ് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ബിൽഡ് ചെയ്യുന്നത്, ഈ ഒരു തോട്ട് പ്രോസസ്സ് അത് 2 മിനിറ്റിൽ അല്ലെങ്കിൽ 1.5 മിനിറ്റിൽ ഈ സാധനം വന്ന് പ്ലേസ് ചെയ്യുന്നതിലാണ് നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇന്ന് ആലോചിക്കുവാണെങ്കിൽ കുറെ സാധനങ്ങൾ കിട്ടും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് വളരെ ടഫായിട്ട് തോന്നും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളെന്താണ് ഇൻക്ലൂസീവ് പറയുന്നത്, ഇതെല്ലാം ഇൻക്ലൂസിവിറ്റിയുടെ പാർട്ടാണ്. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി, ഇപ്പൊ ഡിജിറ്റൽ ഡിവൈഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്ലൂസിവിറ്റിയുടെ പാർട്ടായിട്ട് പറയാം. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി ഉണ്ട്, അതായത് കുറച്ച് ആൾക്കാർക്ക് എല്ലാ ആക്സസും കിട്ടുന്നു, അറ്റ് ദ സെയിം ടൈം മെനി അതർ പീപ്പിൾസ് ഡു നോട്ട് ഹാവ് എനി ടൈപ്പ് ഓഫ് ആക്സസസ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുന്നതിലാണ് കാര്യം. ഇന്റർ ജനറേഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ് ഇന്റർ ജനറേഷണൽ ഡിഫറൻസുകൾ നമുക്ക് കാണാൻ പറ്റും. സോ യു ആർ ഗോയിങ് ടു മെൻഷൻ യുവർ ഡീറ്റെയിൽസ് അബൌട്ട് ദീസ് തിങ്സ്. അതായത് ഈ പറയുന്ന സാധനങ്ങളെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലൊന്ന് ആലോചിച്ച് ആ തോട്ട് പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. നിങ്ങൾ
വെറുതെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ if you are taking enough time to answer a question from now onwards, definitely it will help you to answer these questions when it comes in the mains examination. മെയിൻസിൽ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു ബേസിക് ഐഡിയ പറയുന്നത്. സോ നെക്സ്റ്റ് വൺ, ഇപ്പം GS4 ഇത് GS3 ഞാൻ ഇലാബറേറ്റ് ആയിട്ട് പോകുന്നില്ല. GS4, hatred is destructive of a person's wisdom and conscience that can poison a nation's spirit. Do you agree with this view? Justify your answer. GS4 ന്റെ ആൻസർ വരുന്നു. ഇതിനെ എങ്ങനെ നിങ്ങൾ അഡ്രസ് ചെയ്യും? സാർ, നമുക്ക് എന്തെങ്കിലും റീസെന്റ് ഇഷ്യൂവിനെ പോയിന്റ് ചെയ്ത് ആൻസർ കൊടുക്കാം. ഹേറ്റഡ് എങ്ങനെ ഇൻഫ്ലിക്ട് ചെയ്യുന്നു നേഷൻ സ്പിരിറ്റിനെ? എങ്ങനെ കൊടുക്കും? ഇപ്പൊ റോഹിംഗ്യാസിന്റെ ഇഷ്യൂസ് പോയിന്റ് ഔട്ട് ചെയ്യാം. യെസ്, ഡെഫിനറ്റ്ലി. പിന്നെ റിവാൻഡയിലെ ജീനോസൈഡ്. യെസ്, ജീനോസൈഡ്. ഇന്ത്യയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് പോകുന്നതായിരിക്കും നല്ല. റിലീജിയൻസ് തമ്മിലുള്ള മോബ് ലിഞ്ചിങ് ഇഷ്യൂസ് ഒക്കെ. യെസ്, മോബ് ലിഞ്ചിങ്. അതെങ്ങനെ നമ്മുടെ നാഷണൽ സ്പിരിറ്റിനെ അഫക്ട് ചെയ്യുന്നു? ഇത് തന്നെയാണ് നിങ്ങളുടെ ആൻസർ. ഇവിടെ GS4 നിങ്ങൾക്ക് കണ്ടന്റ് അല്ല വേണ്ടത്. നിങ്ങൾക്ക് ബേസിക്കലി വേണ്ടത് എന്താണ്? ഹൗ ടു ആൻസർ ദീസ് തിങ്സ്, ഹൗ ടു അഡ്രസ് ദീസ് തിങ്സ്, ഹൗ ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇത്രയും സാധനം നിങ്ങൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ഗെറ്റ് വെരി ഗുഡ് മാർക്സ് ഇൻ യുവർ GS4 ആസ് വെൽ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. യു ഷുഡ് ഫോക്കസ് ഓൺ ദീസ് തിങ്സ്. ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ ഫോക്കസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസേഴ്സ്. നിങ്ങളുടെ ആൻസർ എഴുതുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആൻസേഴ്സിന് എന്ത് എഴുതാമെന്ന് ആലോചിക്കുക. ഈ ഒരു പെർസ്പെക്റ്റീവാണ് നിങ്ങൾക്ക് ശരിക്കും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ മെയിൻ ഷുവറിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഷുവറിന്റെ പ്രോഗ്രാം പറയുകയാണെങ്കിൽ അഗെയിൻ വീക്ക്ലി സിലബസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഡിസ്കഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻക്രിമെന്റൽ ടെസ്റ്റ് ആണ്. ആദ്യം 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, പിന്നെ അത് കഴിഞ്ഞിട്ട് 10 ക്വസ്റ്റ്യൻ ആവും, പിന്നെ 15 ക്വസ്റ്റ്യൻ ആവും, പിന്നെ 20 ക്വസ്റ്റ്യൻ ആവും. ഇങ്ങനെ കൂടി പോകുന്ന പോലെയായിരിക്കും ടെസ്റ്റിന്റെ പാക്കേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീക്ക്ലി ആണ് ടെസ്റ്റുകൾ വരുന്നത്. നമുക്ക് എല്ലാ തേഴ്സ്ഡേ ടു സൺഡേ ആണ് ടെസ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് യു നീഡ് ടു കംപ്ലീറ്റ് ഇറ്റ് എനി ഓഫ് ദീസ് ലോട്ട്സ് വരുന്നത്. എവിടെ വേണമെന്നുണ്ടെങ്കിലും എഴുതുക. അതുപോലെ തന്നെ സെക്ഷണൽ ടെസ്റ്റ് ഉണ്ട്, എസ്എ ടെസ്റ്റ് ഉണ്ട്, ആൻഡ് എത്തിക്സ് എസ്എ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് വിത്ത് പ്രൊഫൈൽ, അതായത് ഇൻഡിവിജ്വൽ ഫീഡ്ബാക്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതായത് ഓരോരുത്തരെയും വിളിച്ചിരുത്തി ഓരോ ക്വസ്റ്റ്യൻസിനും എന്തൊക്കെ ചെയ്യാം, ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡിസ്കഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കും. ആ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. അടുത്ത ഡൗട്ട്, ഇത് മെയിൻസിന്റെ പെർസ്പെക്റ്റീവ്, മെയിൻ ഷുവർ. ഇനി വരുന്നത് പൊതുവെയുള്ള സംശയം, വാട്ട് ഈസ് ഫീനിക്സ് 40 എന്നുള്ളതാണ്. ഫീനിക്സ് 40 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ്. ഇപ്പം ഇന്റഗ്രേറ്റഡ് ഉണ്ട്, ഇതിനും കോസ്റ്റ് ഉള്ളതാണ്, ഫ്രീ അല്ല. ഈ ഇന്റഗ്രേറ്റഡിന്റെ കോഴ്സ് ഉണ്ട്. അതേ പ്ലസ് നമുക്ക് ഒരു റെഗുലർ മെന്റർഷിപ്പ്, ഒരു കണ്ടിന്യൂസ് മെന്റർഷിപ്പ് ആണ്, റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് മെന്റർഷിപ്പ് ആണ് നമുക്ക് ഫീനിക്സ് 40 വരുന്നത്. അതായത് ഓരോ ക്വസ്റ്റ്യൻസും, അതായത് അല്ലെങ്കിൽ ഓരോ ഡേയ്സിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഐഡന്റിഫൈ, അതായത് ഇറ്റ് വിൽ ഇൻക്ലൂഡ് എവറിത്തിങ് ഇൻ ഇന്റഗ്രേറ്റഡ്. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും പ്രിലിം ഷുവറിന്റെയും മെയിൻ ഷുവറിന്റെയും ഫസ്റ്റ് ബാച്ചിലുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പ്ലസ് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസാറ്റ് ക്ലാസ്സസ് എപ്പോഴും ഉണ്ടായിരിക്കും. സിസാറ്റ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. സിസാറ്റ് ക്ലാസ്സസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഡെയിലി സിലബസ് അലോക്കേഷൻ. അതായത് നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളുടെ മെന്റർ രാവിലെ വന്നിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ പെർസ്പെക്റ്റീവിലാണ് വായിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അതായത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ഡിസ്കഷൻ, ലൈവ് ഡിസ്കഷൻ ഉണ്ടാവും മോർണിംഗ് ബിഫോർ 8 ഒരു ലൈവ് ഡിസ്കഷൻ ഉണ്ടാവും. ഈ ഡിസ്കഷൻസിൽ എന്ത് പറയും, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള പെർസ്പെക്റ്റീവില് നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് ഉണ്ട്. വേറെ ഒന്നും നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് ഫോളോ ചെയ്യേണ്ട. ഈ പ്രോഗ്രാംസ് നമ്മൾ ഓൾറെഡി IPL ഇതിന്റെ ഒരു ഷോർട്ട് ടേം വേർഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ. വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്ത ഒരു സാധനമാണ് IPL. സിമിലർ സാധനം, അതായത് കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറയും.
അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റെഗുലർ ആയിട്ട് കറണ്ട് അഫയേഴ്സ് സെഷൻസ് കൊണ്ടുവരും. നിങ്ങൾക്കൊരു 1, 2, 3 ടോപ്പിക്സ് നിങ്ങൾക്ക് തരും, അതിൽ ഡെയിലി തരും, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ബേസിസിൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ട പ്രിലിംസിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലൂടെ കവർ ചെയ്യും. അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ വരുന്നത് there will be a personal mentor for you all the time. മാക്സിമം എപ്പോഴും എന്താ പറയാ, എല്ലാ ടൈമിലും നിങ്ങൾക്ക് എപ്പോൾ ഒരു ഇഷ്യൂ വന്നാലും നിങ്ങൾക്ക് ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാൻ പറ്റത്തിൽ ഒരു പേഴ്സണൽ മെന്ററും ഉണ്ടായിരിക്കും. ഹി വിൽ ബി ഹെൽപ്പിംഗ് വിത്ത് ഓൾ യുവർ പ്രിപ്പറേഷൻ ഇഷ്യൂസ്. നിങ്ങൾക്ക് ഇപ്പോൾ പ്രിലിംസ് പഠിക്കുമ്പോൾ ഒരു ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ മെയിൻസിന് ആൻസർ എഴുതുമ്പോൾ ഒരു ഇഷ്യൂ വന്നു, ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ ഇഷ്യൂ വന്നു, എന്ത് സാധനം ഉണ്ടെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യും. അപ്പം ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു 40 പേരെ മാത്രമേ എടുക്കുള്ളൂ. 40 പേര് മാക്സിമം 40 പേരെ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 100 പേരെ 200 പേരെ എടുക്കുന്നത് ലാഭമാണ്, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ഇത്രയും സാധനം ചെയ്യാൻ പറ്റില്ല. വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റി എടുത്തിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ദിസ് വിൽ ഓൺലി ബി ആപ്ലിക്കബിൾ ടു പേഴ്സൺസ് ഹു ആർ ഓൾറെഡി അപ്ലൈഡ് പ്രിലിംസ്, റിട്ടൺ പ്രിലിംസ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫെയിൽഡ് ഇൻ പ്രിലിംസ്. പ്രിലിംസ് ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതെടുക്കാൻ പറ്റുള്ളൂ. നാളെ November 12th നമ്മളൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. എൻട്രൻസ് ടെസ്റ്റ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, ഇതിൽ ആക്സസ് ഉണ്ടാവുള്ളൂ. എൻട്രൻസ് ടെസ്റ്റ് ഓൺലൈനും ഓഫ്ലൈനും അവൈലബിൾ ആണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടിക്കോളും. നാളെ രാവിലെ 10 AM ടെസ്റ്റ് നടക്കുന്നത്. ഓക്കെ, ഓഫ്ലൈനും ഓൺലൈനും എഴുതാം, ഓഫ്ലൈൻ വേണോ ഓൺലൈൻ വേണോ എന്ന് പറഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫീനിക്സ് 40യുടെ ഒരു മെക്കാനിസം പറയുന്നത്. അതുപോലെ തന്നെ ഡു ഡൗൺലോഡ് അവർ ആപ്പ്, നമ്മുടെ ആപ്പിലും എല്ലാ കണ്ടന്റ്സും വരുന്നുണ്ട്. ഡു ഡൗൺലോഡ് ഇറ്റ് ഫ്രം ഗൂഗിൾ പ്ലേ ആൻഡ് ആപ്പ് സ്റ്റോർ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് പറയുന്നത്. പ്രിലിംസിന്റെ മെയിൻസിന്റെ എല്ലാതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ഇത്രയാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ, സിസാറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ തരുന്ന ഒരു ക്ലാസ് എങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്റഗ്രേറ്റഡിൽ ഇന്റഗ്രേറ്ററിന് സിസാറ്റിന്റെ ഒരു ഓവർ നിങ്ങളുടെ ഡിസ്കഷൻസ് വരും, ടെസ്റ്റ് ഡിസ്കഷൻസ് വരും. അതിനകത്ത് ആ ഒരു ബേസിക് ഐഡിയാസ് എല്ലാം കവർ ചെയ്തായിരിക്കും പോകുന്നത്. നിങ്ങൾക്കൊരു 7 ടെസ്റ്റ് വരുന്നുണ്ട് ഇന്റഗ്രേറ്ററിനകത്ത്, അതിലത് കവർ ചെയ്യും. സിസാറ്റിനകത്ത് വരുന്നത് അത്യാവശ്യം വേണ്ടുന്ന സ്ട്രാറ്റജീസും ഐഡിയാസും എല്ലാം അതിനകത്ത് കവർ ചെയ്യും. സർ, മാഗസീൻസ് ആ യോജന കുരുക്ഷേത്രയൊക്കെ കമ്പൽസറി ആണ്? അത് അങ്ങനെ വായിക്കണ്ട, അതിനകത്ത് നിന്നുള്ള റിവാർഡ് കുറവാണ്. നമ്മൾ മാക്സിമം എല്ലാ സാധനങ്ങളും പ്രിലിംസിന്റെ ടെസ്റ്റിലും മെയിൻസിന്റെ ടെസ്റ്റിലും ആഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വായിച്ച ടൈം കളയണ്ട. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വായിക്കേണ്ട ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. സർ, കുറച്ച് സെഷന്റെ സ്റ്റാർട്ടിങ്ങിന് പറഞ്ഞിരുന്നു NCERT-കളുടെ ഒരു ലിസ്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിക്ക്. അത് എവിടെ നിന്നാണ് ആ ലിസ്റ്റ് കിട്ടുക? നമ്മുടെ ഷെഡ്യൂളിൽ തന്നെ ആ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ NCERT ആണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വായിക്കേണ്ടത് എന്നുള്ളത്. അതുപോലെ നമ്മുടെ പ്രിലിംസിന്റെ മെയിൻസിന്റെയും എക്സാമിന്റെ ആ വീക്ക് തുടങ്ങുമ്പോൾ വീക്കിലി നിങ്ങൾക്ക് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യും ഏതൊക്കെയാണ് വായിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട്? സർ, ഈ നമ്മൾ ഓപ്ഷണൽ ഇപ്പൊ ഇതിന്റെ കൂടെ കൊണ്ടുപോവാണെങ്കിൽ ആ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ട്, അതായത് പ്രിലിംസും മെയിൻസും കൂടെ ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ ഓപ്ഷണലും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? അതായത് എല്ലാത്തിനും കൂടെ ടൈം അലോട്ട് ചെയ്യാൻ? ഇല്ല, ഡെഫിനറ്റ്ലി പറ്റും. കാരണം ആദ്യത്തെ ജനുവരി മിഡ് വരെയുള്ള പോർഷൻസ് വളരെ കുറവാണ്. നിങ്ങൾക്കൊരു ഇഫ് യു ആർ സ്പെൻഡിങ് 8 hours 4 hours ഓപ്ഷണൽ ഡെഫിനറ്റ്ലി സ്പെൻഡ് ചെയ്യുക. അതില്ലാതെ നമുക്ക് ഓപ്ഷണൽ ഇല്ലാതെ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. ഓപ്ഷണൽ 4 hours സ്പെൻഡ് ചെയ്യുക, ഹാഫ് ടൈം ഓപ്ഷണൽ കൊടുക്കുക. ഓക്കെ സർ, ഓക്കെ. ഇതൊരു 2 മാസത്തിൽ ഏതായാലും ഒരു വിധം ഓപ്ഷനിലെല്ലാം കവർ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ടെസ്റ്റ് ഓൺലൈനും ഓഫ്ലൈനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈൻ വേണമെന്നുണ്ടെങ്കിലും ജോയിൻ ചെയ്യാം, ഓഫ്ലൈൻ വേണമെന്നുണ്ടെങ്കിലും ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കുക, ഡു ഡൗൺലോഡ് അവർ ആപ്പ്. അതിനകത്ത് കോഴ്സ് ഉണ്ട്, അങ്ങനെ കോഴ്സ് ബൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിരുന്നാലും മതി, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. സോ എനി അതർ ഡൗട്ട്സ്? So I believe that's it. Okay then, see you on tomorrow. നാളെ എക്സാം എഴുതുന്നവരൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി, ഡെഫിനറ്റ്ലി നാളെ എഴുതുക. ആൻഡ് ഓൾസോ നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് വരുന്നത് നെക്സ്റ്റ് തേഴ്സ്ഡേ ആണ്, മെയിൻസ് ആണ് വരുന്നത്. റൈറ്റ് ദാറ്റ് ഓൾസോ. സോ താങ്ക് യു ഓൾ, സി യു നെക്സ്റ്റ് ഡേ.